السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين. സൂറത്തുൽ ഹദീദ് 57-ാമത്തെ അധ്യായമാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സബ്ബഹ ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. ഈ ഭൂമിയിലെ സകല വസ്തുക്കളും, സമാവാത്ത് ആകാശങ്ങളും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്യുന്നു. അസീസും ഹക്കീമുമായ അള്ളാഹുവെ പ്രകീർത്തനം ചെയ്യുന്നു. യുക്തിജ്ഞനായ, പ്രതാപിയായ, അജയ്യനായ അള്ളാഹുവെ പ്രകീർത്തിക്കുന്നു. ഈ ഒരു ആയത്തുകൾ ഏകദേശം 6 ഭാഗത്തായിട്ട്, ഇപ്പം നമ്മൾ തന്നെ കഴിഞ്ഞ സൂറത്തുൽ ഹഷറിൽ വന്നു, സൊഫിൽ വന്നു, ജുമായിൽ വന്നു, തഗാബുലിൽ വന്നു, ഇപ്പോൾ അതേ ഹദീദിലും നിസ്രായിലും അടക്കം 6 സ്ഥലത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അള്ളാഹുവെ പ്രകീർത്തിക്കുന്നു ഭൂമിയിലെ സകല വസ്തുക്കളും. അപ്പോൾ അതിൻ്റെ പ്രകീർത്തനം എങ്ങനെയാണെന്നോ അതിൻ്റെ രൂപം എന്തോ അള്ളാഹു ആലം, നമ്മളുടെ അറിവിൽപ്പെട്ട കാര്യമല്ല. പക്ഷേ ഇതൊക്കെ അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തിലെ സകലമാന വസ്തുക്കളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അത് അള്ളാഹുവിൽ പ്രകീർത്തിക്കുന്നുണ്ട്. ഒക്കെ അള്ളാഹിൻ്റെ ഹൽക്കുള്ളയാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്ന ഉറുമ്പ് മുതൽ ആന വരെ എല്ലാ ജീവജാലങ്ങളും പ്ലസ് നമ്മൾ കാണാത്ത ബാക്ടീരിയ പോലെയുള്ള വസ്തുക്കളടക്കം ഈ പ്രപഞ്ചത്തിലെ സകലതും, നമ്മുടെ കണ്ണുകൊണ്ട് ദർശിക്കുന്ന സകലതും എല്ലാം അള്ളാഹിൻ്റെയാണ്. സമാവാത്ത് ആകാശങ്ങൾ, നമ്മൾ കണ്ട ആകാശവും കാണാത്ത ആകാശവും ഒരുപാടുണ്ട്. ആ ആകാശങ്ങളുടെയും ഈ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ റബ്ബല്ലയാ, ആ റബ്ബിലേക്ക് എല്ലാം തസ്ബീഹ് ചെയ്യുന്നുണ്ട്. അള്ളാഹു അജയ്യനാണ്, യുക്തിജ്ഞനാണ്. ലഹു മുൽക്കുസ്സമാവാതി വൽ അർള്, അതല്ലേ നമ്മൾ പറഞ്ഞു തന്നെ, സമാവാത്തിൻ്റെയും അർളിൻ്റെയും മുൽക്ക് രാജാവ് അള്ളാഹുവാണ്. നമ്മളൊക്കെ ഒരു വഴിയാത്രക്കാരെ പോലെ, ഒരു വഴിയാത്രക്കാരൻ ബസ് സ്റ്റോപ്പിലിരുന്ന് വിശ്രമിക്കുന്നവൻ പറയോ ബസ് സ്റ്റോപ്പിൻ്റെതാന്ന് പറയോ, ഇല്ല അടുത്ത ബസ്സിന് പോകാനുള്ളവരാ. അതുപോലെ ഈ ഭൂമിയിലേക്ക് എത്രയോ നൂറ്റാണ്ടുകൾ ഈ പ്രപഞ്ചമുണ്ട്. നമുക്ക് എണ്ണി കണക്കാക്കാൻ പോലും പറ്റാത്ത കാലങ്ങൾ. ആ കാലാന്തരത്തിൽ നമ്മൾ ഏതോ ഒരു നാട്ടിൽ, ഏതോ ഒരു ലോകത്ത്, ഏതോ ഒരു വീട്ടിൽ കുറച്ചു കാലത്തേക്ക് താമസിക്കാമെന്ന താൽക്കാലിക, ഒരു ടെമ്പററി ലൈഫ്, ഒരു വളരെ താൽക്കാലികമായൊരു ജീവിതം. ഈ ജീവിതം ജീവിച്ച് നമ്മളങ്ങ് പോകണം. നമ്മളിവിടെ ഒന്നും ഉടമസ്ഥപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല. യഥാർത്ഥത്തിൽ ഒന്നിൻ്റെ ഉടമയാകാൻ നമുക്ക് സാധിക്കൂല എന്നാണ്. താൽക്കാലിക ഉടമയാണ്. ഒരു ഓണർ, ശരിക്കുള്ളൊരു വീടിൻ്റെ ഒരു ഓണർ ഒരാളെ നമ്മൾ താക്കോലൊക്കെ കൊടുത്ത് ഏൽപ്പിക്കുക, കാര്യസ്ഥനാക്കി വെച്ചതാണ്. അപ്പോൾ താൽക്കാലിക കൈകാര്യകർത്തൃ സ്വഭാവം, ആ ഒരു സ്വഭാവത്തിലാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ളത്. അതിനപ്പുറത്തേക്കില്ല ഒരു കാര്യം. ഇപ്പം വീട് തന്നെ ആലോചിക്കാം. ഒരാളുടെ വീട് ചിലപ്പോൾ ചില വീടുകളൊക്കെ ഒരു നൂറ്റാണ്ടൊക്കെ, അങ്ങനെയുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊക്കെ വീടുകളുണ്ട്. 400 കൊല്ലം പഴക്കമുള്ള വീടുകളൊക്കെ, പള്ളികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട് വിചാരിക്കാം. അപ്പോൾ അതിൽ വന്ന ഒരാളാകെ വന്നിട്ട് അയാൾ ജീവിക്കുന്ന, അയാളുടെ ഒരു നൂറ്റാണ്ട് ഇല്ല, ഒരു 60 വയസ്സിൽ മരിക്കണ ഒരാൾ, അല്ലെങ്കിൽ 70 വയസ്സിൽ മരിക്കണ ഒരാൾ, അയാൾ വിചാരിക്കുകയാണ് ഈ വീട് കലാകാലം ഞാനാണ് ഇതിൻ്റെ ഓണർ. ഒരു ഓണർഷിപ്പ് മാറ്റേണ്ടാണ്. അതടുത്ത് ഇനി രജിസ്റ്റർ ഓഫീസിൽ 3-4 തലമുറക്ക് അത് മാറ്റി കൊടുക്കേണ്ട സാധനമാണ്, ഞാനതിൻ്റെ ഓണർ. അപ്പോൾ ഓണർഷിപ്പ് യഥാർത്ഥത്തിൽ അള്ളാഹുവാണ്. ഈ മുലൂഖിയത്ത് അള്ളാഹിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് അതെല്ലാം സമ്പത്തിൻ്റെ, നമ്മളെ കയ്യിലുള്ള പൈസ അടക്കം, ഇതൊന്നും തൽക്കാല വിനിയോഗത്തിന് വേണ്ടി നമ്മൾ ഏൽപ്പിച്ചതാണ്. നമ്മളെങ്ങനെ അത് ഉപയോഗിക്കുന്നു എന്ന് അള്ളാഹ്ക്ക് അറിയേണ്ടത്. യുഹീ വ യുമീത്, ഈ ഭൂമിയിലെ ജീവനും മരണവും, ഒരു ഉറുമ്പ് ചത്ത് വീഴുന്നത് മുതൽ ഒരു ചെറിയ ജീവജാലങ്ങൾ ഏതോ കാട്ടിൽ, ആമസോൺ കാട്ടിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയ വനാന്തരം നിഗൂഢമായ, അല്ലെ ഏതോ ഒരു മരുഭൂമിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഏതോ ദേശത്തുള്ള ഏതോ ഇരുട്ടത്ത് ഏതോ ഒരു ഇലയുടെ അനക്കവും അള്ളാഹ് അറിയുന്നുണ്ട്. അവിടെ മരണവും ഒരു ചെടി മുളക്കുന്ന അള്ളാഹ് അറിയുന്നുണ്ട്. എല്ലാം അള്ളാഹുവാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹിൻ്റെ കഴിവിൽ പെടാത്ത ഒന്നും ഇവിടെ നടക്കണില്ല. എല്ലാം അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ്, അവൻ്റെ അറിവിലും കഴിവിലും പെട്ടതാണ് ഈ പ്രപഞ്ചത്തിലെ സകലമാന കാര്യങ്ങളും. ഹുവൽ അവ്വലു വൽ ആഖിറു വൽ ളാഹിറു വൽ ബാത്തിൻ, അവനാണ് ഈ പ്രപഞ്ചം തുടക്കക്കാരനും ഒടുക്കക്കാരും. അതിൻ്റെ തുടക്കവും ഒടുക്കവും അതിൻ്റെ ഇടക്കുള്ളതും അതിൻ്റെ സകലമാന സംഗതികളെയും അറിവും അതിൻ്റെ പുകവും അതിൻ്റെ അകത്തളത്തും. ഇപ്പോൾ ഭൂമി അതിൻ്റെ ഉള്ളിലെന്താ നമുക്കറിയില്ല.
ഏറ്റവും ഉള്ളിൽ എന്താണ്? നമുക്ക് കുഴിച്ചു നോക്കുന്നതിനൊക്കെ പരിധിയുണ്ട്. ആകാശത്തേക്ക്, ബഹിരാകാശ സ്പേസിലേക്ക്, മാർസിലേക്കൊക്കെ ഇത്രങ്ങാനും നമ്മൾ പോകുന്നതിൻ്റെയൊക്കെ എത്രയോ ഇരട്ടിയാണത്രേ. എത്രയോ ലക്ഷക്കണക്കിന് മൈലുകൾ നമുക്ക് കണ്ടെത്താൻ പറ്റാത്ത വിശാലമായി, കണ്ണിന് അല്ലെങ്കിൽ നമ്മുടെ എത്ര വലിയ ടെക്നോളജി വന്നാലും കണ്ടെത്താൻ പറ്റാത്തത്ര വിശാലമായി കിടക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിൻ്റെ തുടക്കവും ഒടുക്കവും അകവും പുറവും എല്ലാം അല്ലാഹുവാണ്. വഹുവ അലാ കുല്ലി ഷൈഇൻ അലീം. അല്ലാഹ് അറിയാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ നടക്കണില്ല. വല്ലദീ ഖലഖസ് സമാവാതി വൽ അർളി ഫീ സിത്തതി അയ്യാമിൻ സുമ്മ ഇസ്തവാ അലൽ അർശ്. 6 രാവുകൾ 6 പകലുകൾ 6 ദിവസങ്ങൾ കൊണ്ട് അള്ളാഹു ഈ ഭൂമിയെ സൃഷ്ടിച്ചു, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു. സുമ്മസ്തവ അലൽ അർശ്. ഇത് രണ്ടും പ്രതീകാത്മക പ്രയോഗമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. രണ്ടും പ്രതീകാത്മകമായിട്ട് പറയുന്നതാണ്. അർഷ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സെൻട്രൽ ഓഫീസ് വിചാരിക്കുക. എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഈ ആയത്ത് പൂർത്തിയാകുമ്പോൾ അത് മനസ്സിലാവും. യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅറുജു ഫീഹാ. അതായത് ആകാശത്ത് നിന്ന് എന്തെങ്കിലും താഴോട്ട് വരുന്നത്, ഭൂമിയിൽ നിന്ന് മേലോട്ട് പോകുന്നത്, ഇവിടുന്ന് ഇല്ലാതെ ആവുന്നത്, ഇവിടുത്തെ ജീവനും മരണവും, ഇതൊക്കെ ഈ ഭൂമിയിലെ സകലമായ കാര്യങ്ങൾ അല്ലാഹ് അറിയണം. അതായത് ഇപ്പോൾ ആകാശത്ത് മേലോട്ട് താഴോട്ട് വരുന്ന നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എന്താ? മഴത്തുള്ളി ആകാശത്ത് താഴോട്ട് വരുന്നത്. പിന്നെന്താ? പ്രകാശം, സൂര്യപ്രകാശം. പിന്നെ ചന്ദ്രൻ്റെ വെളിച്ചം, രാത്രി നിലാവ്. ഇതൊക്കെ ആകാശത്തുനിന്ന് താഴോട്ട് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നത്, ഇവിടെയുള്ള ഓക്സിജൻ അല്ലെ, ഇവിടുത്തെ നീരാവി പോകുന്നത്, ഇതൊക്കെ നമുക്ക് പറയാം ഭൗതികമായിട്ട്. ഇതല്ലാതെ നമ്മുടെ ഗൈബിയായ പലതും ഉണ്ട്. ആകാശലോകത്ത് നല്ല കോടാനുകോടി മലായിക്കത്തിൻ്റെ നിറസാന്നിധ്യമാണ് ഈ പ്രപഞ്ചമാസകലം വ്യാപിച്ച് കിടക്കുകയാണ്. ജിന്ന് വർഗത്തിൻ്റെ വേറെ വരവും പോക്കുണ്ട്. പിന്നെ ഇബ്ലീസിൻ്റെ, പിശാചിൻ്റെ, ഇതെല്ലാം ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ അല്ലാഹ് അറിയുന്നുണ്ട്. അല്ലാഹ് അറിയാതെ ഒന്നും നടക്കണില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞ് ലഹു മുൽക്കു സമാവാതി വൽ അർള്. ആകാശഭൂമികളുടെ മുൽക്ക് അല്ലാഹയാണ് രാജാവ്. ആ രാജാവ് തന്നെയാണ് ഭൂമിയിലെല്ലാം ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും. എന്തൊക്കെ മരിക്കണ്, കടലിൻ്റെ ഉള്ളിൽ എന്തൊക്കെ മരിക്കണ്, കരയിൽ എന്തൊക്കെ മരിക്കണ്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാ. ഹുവൽ അവ്വൽ. അവനാണ് ഇതിൻ്റെ ഒക്കെ തുടക്കം. ഈ ഭൂമിയിൽ വെറും ശൂന്യത മനസ്സിൽ വിചാരിച്ചു നോക്കൂ. ഭൂമിയില്ല, പ്രപഞ്ചമില്ല, സൂര്യനില്ല, നക്ഷത്രങ്ങളില്ല, താരാപഥങ്ങളില്ല, ക്ഷീരപഥങ്ങളില്ല, ഗ്രഹങ്ങളില്ല, ഉപഗ്രഹങ്ങളില്ല, ഒരു സാധനവും ഇല്ലാത്തൊരു ലോകം നമ്മളൊന്നും. രാവില്ല, പകലില്ല, വെളിച്ചമില്ല, ഇരുട്ടില്ല. അള്ളാഹു മാത്രമുള്ള ഒരു കാലം ഉണ്ടായിരുന്നു. അതിൻ്റെ തുടക്കക്കാരൻ അവനാണ്. ഇനി ഇതിൻ്റെ ഒടുക്കം, ലോകം അവസാനിക്കുന്ന സമയം. ഇദ ശംസു കുവ്വിറത് അൽ ഖാരിഅ അല്ലേ, അൽഹാഖ. എന്താണ് സംഭവിക്കുക? എന്താ വലിയ സംഭവം? ലോകം മുഴുവൻ നശിച്ചു പോകുന്ന സന്ദർഭം. ഈ പ്രപഞ്ചമാസകലം ഇല്ലാതെയാകുന്ന, എല്ലാം തട്ടിത്തകർത്ത് തരിപ്പണമാകുന്ന യൗമുൽ ഖിയാമ. അതിൻ്റെ അവസാനിപ്പിക്കുന്നവനും ഇതിൻ്റെ അകത്തും പുറത്തും എല്ലാം അവനാണ്. ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള്. ഈ പ്രപഞ്ചത്തിലെ സകലതും സൃഷ്ടിച്ചത് അവനാണ് 6 ദിവസങ്ങൾ കൊണ്ട്. എന്നിട്ട് അർശിൽ, ആ സെൻട്രൽ ഓഫീസിൽ ഇരുന്നു കൊണ്ട് ഇതെല്ലാം കാണാൻ പറ്റുന്നു, എല്ലാം അറിയുന്നു. വഹുവ മഅകും ഐനമാ കുൻതും. അള്ളാഹു നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ എൻ്റെ അടുത്ത് അള്ളയുണ്ട്. എൻ്റെ മനോമുകുരങ്ങളിൽ ഞാൻ ചിന്തിക്കുന്നത് വരെ അള്ളാഹു അറിയുന്നുണ്ട്. നിങ്ങളെവിടെ ഇരിക്കണുണ്ട് അള്ളാഹ്ക്കറിയാം. നമ്മൾ ഏത് കോട്ടയിൽ ലോകത്തെ എവിടെയൊക്കെ സഞ്ചരിച്ച് എവിടെയൊക്കെ പോയാലും അള്ളാഹു നമ്മളെപ്പറ്റി അറിയുന്നുണ്ട്. അവൻ അറിയാതെ ഒന്നും അവൻ്റെ കൺമുമ്പിൽ വെച്ചല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അത് രാത്രിയാണെങ്കിലും പകലാണെങ്കിലും. ലഹു മുൽക്കു സമാവാതി വൽ അർള് വഇലല്ലാഹി തുർജഉൽ ഉമൂർ. അവൻ ആകാശഭൂമികളുടെ മാലിക്കാണ്, അവൻ ഉടമസ്ഥനാണ്, അവൻ രാജാവാണ്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ. മുലൂക്കിയത്ത് പടച്ച റബ്ബിനാണ്, അവൻ ആധിപത്യം അള്ളാഹുവിനാണ്. വഇലല്ലാഹി തുർജഉൽ ഉമൂർ. എല്ലാം അടക്കപ്പെടുന്നത്, നമ്മളൊക്കെ തിരിച്ചു പോകേണ്ടത് അള്ളാഹുവിലേക്കാണ്. തറവാട്ടിൽ നിന്ന് പോകുന്നവരാ നമ്മൾ. തറവാട്ടിലേക്ക് എത്തുമെന്നുള്ള അള്ളാഹുലം. തറവാട് സ്വർഗ്ഗാട്ടോ. അവിടേക്ക് നമ്മൾ എത്തുമെന്നുള്ള അള്ളാഹു ആലം. അതിലേക്കുള്ള വഴിയാത്രക്കാരനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്. യൂലിജുൽ ലൈല ഫിന്നഹാരി വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വഹുവ അലീമും ബിദാതിസ് സുദൂർ. അള്ളാഹു രാവിനെ പകലിലേക്ക് പ്രവേശിപ്പിക്കുന്നു. പകല് രാത്രിയാവണം. എന്ത് രസമാണ് രാവിലെ നോക്കണം. പ്രഭാതം ഇങ്ങനെ പൊട്ടിവിടരുന്ന രാവിലത്തെ ആ മനോഹരമായ മെല്ലെ പ്രകാശം, ഇരുട്ടുമാറി വെളിച്ചെങ്ങനെ വരുന്ന ആ സന്ദർഭം എന്ത് രസമാണ്. മഗ്‌രിബിൻ്റെ സമയത്തേക്ക് ഇരുട്ടിങ്ങനെ മൂടുന്ന
പകലിനേക്ക് ഇരുട്ട് വരണോ, ഇരുട്ടിലേക്ക് പകൽ വരുന്നത്, രണ്ടാണെങ്കിലും അള്ളാഹ്ക്ക് കണക്കാവാ. ഹുവ അലീമും ബിദാത്തിസ് സുദൂർ. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മനോമുകുരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ വരെ അള്ളാഹ് അറിയുന്നുണ്ട്. നിങ്ങളുടെ പ്രവർത്തനം എന്താണ്, നിങ്ങൾ എന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹ് അറിയുന്നുണ്ട്. ആമിനൂ ബില്ലാഹി വറസൂലി. അതുകൊണ്ട് അള്ളാഹുവിൽ വിശ്വസിക്കുക, പ്രവാചകനിൽ വിശ്വസിക്കുക. വഅൻഫിഖൂ മിമ്മാ ജഅലകും മുസ്തഖ്ലഫീന ഫീഹ്. നിങ്ങൾ ചെലവഴിക്കുക. അവിടെയാണ് വിശ്വാസവും കർമ്മവും. കർമ്മത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചെലവഴിക്കുക. നിങ്ങൾക്ക് നൽകിയ ലഭിച്ച നിങ്ങൾ അവന് മുസ്തഖ്ലഫീന ഫീ, നിങ്ങളെ തൽക്കാലത്തേക്ക് ഏൽപ്പിച്ച സമ്പത്തിൻ്റെ ആത്യന്തികമായ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. ഈ സകല പ്രപഞ്ചത്തിൻ്റെ ഓണർ, അതിൻ്റെ ആധിപത്യം, അതിൻ്റെ രാജാവ്, മുലൂക്കിയത്ത് അള്ളാഹ്ക്കാണെങ്കിൽ സമ്പത്തിൻ്റെയും ഉടമസ്ഥാവകാശം ശരിക്കും അല്ല. നിങ്ങളെ തൽക്കാലം ഏൽപ്പിച്ചതാണ്. നിങ്ങളെ തോന്നിയ പോലെ ചെലവഴിക്കാൻ പറ്റൂല. ഒരാളെ ഒരു മാനേജർ, ഒരു ബിസിനസ് മാനേജർ ഒരാളെ പർച്ചേസ് മാനേജറെ മാനേജിങ് ഡയറക്ടർ വിടുക, നീ പോയിട്ട് ഇന്ന സാധനമൊക്കെ ഓടിക്കണം, ലിസ്റ്റ് എഴുതി കൊടുത്തിട്ട് വിട്ടാൽ ഇയാൾക്ക് ഇഷ്ടപ്പെട്ട സാധനം പോയിട്ട് വാങ്ങി വരാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. ആ ചെലവഴിക്കുന്നതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുള്ളൂ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തോന്നിയ പോലെ നമ്മുടെ പൈസ ചെലവഴിക്കാൻ പറ്റൂല. അതിന് ലിമിറ്റുണ്ട്. അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, കൊടുക്കേണ്ട പോലെ കൊടുക്കാവൂ, കൊടുക്കേണ്ട പാടില്ലാത്തടുത്ത് കൊടുക്കാനും പാടില്ല. ഫല്ലദീന ആമനൂ മിൻകും ഫഅൻഫഖൂ ലഹും അജ്റുൻ കബീർ. നിങ്ങൾ വിശ്വാസികളാണോ, നിങ്ങളിൽ നിന്ന് സത്യവിശ്വാസം സ്വീകരിച്ചവരാണോ, സമ്പത്ത് ചെലവഴിക്കുന്നവരാണോ എങ്കിൽ അള്ളാഹുവിങ്കിൽ പ്രതിഫലമുണ്ട്. വിശ്വാസം ഉണ്ടായാൽ പോരാ, വെള്ളിട്ട് നടന്നാൽ പോരാ. അത് കളിയാക്കല്ലോ കേട്ടോ. വെള്ളിട്ട് നടന്നാൽ പോരാ. വേഷത്തിൽ ഭയങ്കര വിശ്വാസിയാ, കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് 1 രൂപ പുറത്തേക്ക് ഇറങ്ങൂലെന്നേ ഉള്ളൂ. ഒരു കാര്യമില്ല, വെറുതെയാ. വിശ്വാസമൊക്കെ വെറുതെയാ. പൈസ ചെലവാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? ആവശ്യക്കാരെ കാണുമ്പോൾ ഒരു മടിയില്ലാതെ നഷ്ടം പറ്റുമെന്ന ബോധത്തോടുകൂടെ കയ്യിലുള്ളത് തീരുമെന്നത് അറിഞ്ഞിട്ടും അള്ളാഹുവോടുള്ള ഇഷ്ടം കൊണ്ട് ഈ അബദായിട്ടുള്ള മനുഷ്യൻ്റെ വിശപ്പ് എൻ്റെയും പ്രശ്നമാ, അവൻ പോയിട്ട് ഭക്ഷണം കഴിക്കട്ടെ, എൻ്റെ പൈസ ഇപ്പോൾ പോവും, വേറൊരു കാര്യത്തിന് മാറ്റി വെച്ചത്, അതൊന്നും പിന്നെ ആലോചിക്കേണ്ട കാര്യമില്ല, എടുത്തു കൊടുക്കുക, തീരട്ടെ, പ്രശ്നം പരിഹരിക്കട്ടെ. വമാലക്കും ലാ തുഅ്മിനൂന ബില്ലാഹി വറസൂലു യദ്ഉകും ലിതുഅ്മിനൂ ബിറബ്ബികും വഖദ് അഖദ മീസാഖകും ഇൻ കുൻതും മുഅ്മിനൂൻ. ലൗഹുൽ മഹ്ഫൂദിൽ വെച്ച് ചെയ്ത ഒരു വലിയ കരാറിൻ്റെ കാര്യം ഓർമ്മപ്പെടുത്തുകയാ. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ, ഓർമ്മയില്ലേ? അള്ളാഹുവിൻ്റെ റസൂലിനനുസരിച്ച് കൊണ്ട്, പ്രവാചകനനുസരിച്ച് കൊണ്ട്, അള്ളാഹുവിനനുസരിച്ച് കൊണ്ട് ഞങ്ങൾ ഭൂമിയിൽ നിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ ഞങ്ങൾ ജീവിച്ചോളാ എന്ന് പറഞ്ഞ് ലൗഹുൽ മഹ്ഫൂദിൽ വെച്ച് ഈ പ്രപഞ്ചമുണ്ടാകുന്നതിൻ്റെ എത്രയോ മുമ്പ് നടന്ന, ഭൂതകാലത്ത് നടന്ന ഒരു പ്രതിജ്ഞ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും ഖാലൂ ബലാ ഷഹിദുനാ എന്ന് പറഞ്ഞ അള്ളാഹു പ്രതിജ്ഞ. ഇതൊന്നും പലർക്കും അറിയില്ല. ഈ ഒരു വിവരമൊന്നും പലർക്കും അറിയില്ല. ഇങ്ങനൊക്കെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഏതുപോലെ നമ്മൾ ഉമ്മാൻ്റെ വയറ്റിൽ കിടന്നില്ലേ, അതുപോലെ ഒരു ലോകത്ത് നമ്മൾ അള്ളാഹിൻ്റെ മുമ്പിൽ പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഭൂമിയിൽ വന്നത്. നമ്മൾ വെറുതെ അങ്ങോട്ട് വിട്ടതല്ല. നമ്മളൊരു വലിയ പ്രതിജ്ഞ ചെയ്തിട്ടാണ് വന്നത്. തറവാട്ടിൽ തിരിച്ചു പോയിക്കൊള്ളാം എന്നുള്ള പ്രതിജ്ഞ. സ്വർഗത്തിലേക്ക് തിരിച്ചു പോകാം. ഭൂമിയിലുള്ള ചെറിയൊരു ജീവിതകാലം ഞങ്ങൾ നിൻ്റെ ദീനനുസരിച്ച്, നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഞങ്ങൾ ജീവിച്ചോളാം എന്നുള്ള പ്രതിജ്ഞ ചെയ്തിട്ടാണ് എല്ലാവരും വന്നത്. അവിടെയുള്ള ഹൈന്ദവനും ക്രൈസ്തവനും സകലമാന മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവരും ഈ ഉൾവിളി അവർക്കുണ്ടല്ലോ. എല്ലാ മനുഷ്യർക്കും ഒരു ദൈവികമായ ഒരു ഡിവൈൻ തോട്ടില്ലേ? അതെന്തുകൊണ്ടാണ്? ഒരു ദൈവിക സങ്കല്പം എല്ലാവർക്കും ഉണ്ട്. ഏത് പ്രതിമയുടെ, ഏത് രൂപത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നവരും കുമ്പിട്ട് നിൽക്കുന്നവരാണെങ്കിലും അവരുടെ മനസ്സിലൊക്കെ ഒരു ദിവ്യ ചൈതന്യത്തിലേക്ക് അവരുടെ മനസ്സ് തേടുന്നുണ്ടെങ്കിൽ ആ തേട്ടത്തിൻ്റെ പിന്നിലുള്ളത് ഈ ഒരു കരാറാണ്, മീസാഖ്. ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി ആയാതിൻ ബയ്യിനാതിൻ ലിയുഖ്രിജകും മിനദ്ദുലുമാതി ഇലന്നൂർ. വെളിച്ചം പരക്കണം, ഇരുട്ട് നീങ്ങണം. അതിനാണ് അള്ളാഹുവിൻ്റെ അബ്ദിലേക്ക് ആയാത്തും ബയ്യിനാത്തൊക്കെ വന്നത്. ഈ വ്യക്തമായ ഖുർആൻ വന്നത്, പ്രവാചകന്മാർ വന്നത്, സത്യദർശനവുമായിട്ട് ലോകത്ത് വ്യത്യസ്തമായ പ്രവാചകന്മാർ വന്നതിൻ്റെ ഉദ്ദേശം മിനദ്ദുലുമാതി ഇലന്നൂർ. ഇരുട്ടുമാറി വെളിച്ചം വരാൻ ലൈറ്റ് ഇടുക എന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം, അതിൻ്റെ ഭഗവാന്റെ ചില വാക്കുകളിലൊക്കെ മാന വരുന്നത് അത് പറയുന്ന വാക്കായിരിക്കില്ല. അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്
തെറ്റായ സകലമാന അസത്യത്തിനെതിരെ, അധർമ്മത്തിനെതിരെ, തെറ്റായ ചെയ്തികൾക്കെതിരെ നന്മ സ്ഥാപിക്കാനാണ്, നല്ലത് വരുത്താനാണ്. വ ഇന്നല്ലാഹ ബിക്കും ലറഊഫുർ റഹീം. ഈ ഭൂമിയിലെ എല്ലാ സംവിധാനവും അള്ളാഹു വെച്ചിട്ടുള്ള എല്ലാ നിയമങ്ങളും മനുഷ്യരുടെ നന്മക്ക് വേണ്ടിയ. ഏതെങ്കിലും നമ്മൾ വെല്ലുവിളിക്കാം, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം അള്ളാഹ് ദുനിയാവിൽ നിയമമായി വെച്ചിട്ടുള്ള ഒരു കാര്യം. ഇപ്പം മദ്യപിക്കരുത്. പ്രഥമ ദൃഷ്ടിയ നോക്കുമ്പോൾ എന്താ, ഒരു മനുഷ്യൻ എന്താ ഇപ്പോൾ ഇത് ഭൂമിയിൽ അള്ളാഹ് ഉണ്ടാക്കി വെച്ച മദ്യം നമുക്ക് കുടിച്ചാൽ എന്ന് ചിന്തിക്കുന്നത്. അതുകൊണ്ടുള്ള സാമൂഹ്യ വിപത്ത് എത്രയാ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം. ഇന്ന് അതൊക്കെ പറയണോ? ഇന്നൊക്കെ പാശ്ചാത്യ ലോകം, വെസ്റ്റേൺ കൺട്രീസ് ഇപ്പോൾ നേരിടുന്ന ഏറ്റവും നമ്പർ 1 പ്രശ്നം എന്താ അറിയോ? തീവ്രവാദമല്ല, വേറൊന്നുമല്ല, ലഹരിയാണ്. പുതുതലമുറ ലഹരിയിലേക്ക് പോകുന്നത് കൊണ്ട് ആ രാജ്യത്തിൻ്റെ സകലമാന സംവിധാനങ്ങളും താറുമാറാകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുക. വമാലക്കും അല്ലാ തുൻഫിഖൂ ഫീ സബീലില്ലാഹി വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർള്. നിങ്ങൾ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാതിരിക്കാൻ നിങ്ങൾക്ക് എന്ത് ന്യായമാണ്? അതായത് മീറാസ് സമാവാച്ചി വല്ലാറുള്ളത്, ഇതൊക്കെ അള്ളാഹിൻ്റെ അല്ലേ? ഇങ്ങോട്ട് വിട്ട് ഒരു പണിക്കാരന് ഒരു പൈസ എടുത്തിട്ട് അങ്ങാടിയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി വിട്ടിട്ട് പണിക്കാരനോട് ലിസ്റ്റ് എഴുതി കൊടുത്തിട്ട് അവൻ വേറെ എന്തൊക്കെ വാങ്ങി വന്നാൽ എങ്ങനെ ഉണ്ടാവും? മുതലാളി പടച്ചോനല്ലേ? മീറാസ് സമാവാച്ചി വല്ലാറുള്ളത് അള്ളാഹു അല്ലേ? പിന്നെ സബീലില്ല, ചെലവഴിക്കപ്പെടാൻ, അത് സമ്പത്ത് ചെലവാക്കാതിരിക്കാൻ നിങ്ങൾക്കെന്തിനാ? നിങ്ങൾക്ക് തോന്നിയ പോലെ ചെലവാക്കാനുള്ളതല്ല. ആഡംബരത്തിൻ്റെ അവസാന വാക്കായിട്ട് മനുഷ്യർ മാറുമ്പോൾ കല്യാണം അല്ലേ, എന്തൊരു ദൂർത്താണ് പടച്ച റബ്ബേ. പണം ചെലവഴിച്ചിട്ട് മതിയാവണില്ല. പുതിയ 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 സംവിധാനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് സാധാരണക്കാരന് വലിയ ബുദ്ധിമുട്ടാവുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങളെത്തിയപ്പോൾ അപ്പോഴൊന്നും അതൊന്നും എൻ്റെ കയ്യിൽ പണമുണ്ട്, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ചെലവഴിക്കുമെന്ന ധിക്കാരവുമായിട്ട് ജീവിക്കുന്ന സമ്പത്തുള്ളവരെ സൂക്ഷിക്കുക. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാ. ഒട്ടകം സൂചിക്കുഴയിലൂടെ പോകുന്നത്ര പ്രയാസമാണ് സമ്പത്തിൽ അഭിരമിച്ച് ഇങ്ങനെ ദുനിയാവിൽ ജീവിച്ച സമ്പന്നനായ ഒരു വ്യക്തിയെന്ന് അള്ളാഹിൻ്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു യുക്തിയുണ്ട്. പൈസ ഉള്ളവന് ആഡംബരത്തിൻ്റെ അവസാന വാക്കായി ലക്ഷറി ലൈഫിൽ ജീവിക്കുമ്പോൾ തൊട്ടടുത്തുള്ളവൻ പ്രയാസപ്പെട്ട് വയറ് വിശന്ന് ഒരു രോഗം വന്ന് ചികിത്സിക്കാൻ പോലും കഴിയാതെ നിങ്ങളുടെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നാളെ നിങ്ങളോട് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ. ഒരു യുദ്ധസമാനമായൊരു സാഹചര്യത്തിൽ നിങ്ങൾ നിൽക്കുകയാണ്. ഇപ്പം മദീനയിലാണ്, മക്കയിലേക്ക് പോകാൻ പോവുക, മക്കം ഫതഹ് നടക്കാൻ പോവുകയാണ്. ഒരുപാട് സമ്പത്തിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ചില ആളുകൾ പറയാം, മക്കയിലെത്തിയിട്ട് ഞങ്ങൾ അവിടെ കുറേ പൈസ ഉണ്ടല്ലോ, ഞങ്ങളതൊക്കെ കൊടുത്തുള്ളൂ. അങ്ങനെയല്ല. നിങ്ങളിപ്പം ചെലവഴിക്കാൻ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ മടി കാണിക്കുന്നവർ മുനാഫിക്കുകളാണ്, കപട വിശ്വാസികളാണ്. നിങ്ങൾ അള്ളാഹിൻ്റെ വഴിയിൽ ചെലവഴിക്കുക, സമ്പത്ത് കൊടുക്കുക. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹുവിനൊരു ആഗ്രഹം, എല്ലാ കാര്യത്തിലും. അബൂബക്കർ റളിയല്ലാഹു അൻഹു സമ്പത്ത് ഒരുപാട് നല്ല സമ്പന്നനായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ഈ സന്ദർഭത്തിലൊക്കെ ഒരുപാട് സമ്പത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് അബൂബക്കറിനെ റളിയല്ലാഹു അൻഹു തോൽപ്പിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നോ? ഞാനിതാ എൻ്റെ സമ്പത്തിൻ്റെ പകുതിയും ഞാനിതാ തരികയാണ്, വലിയൊരു എമൗണ്ട് ഉണ്ട് ഇതാ എന്ന് പറഞ്ഞ് വലിയ കാര്യത്തോടെ. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അന്വേഷിക്കുന്നുണ്ട്, അബൂബക്കർ എന്ത് കൊടുത്തു? അബൂബക്കറെ, ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതിയും കൊടുത്തു കഴിഞ്ഞു. ഇതൊക്കെ അഹങ്കാരത്തിന് വേണ്ടിയിട്ടല്ല കേട്ടോ, ഒരു പോസിറ്റീവായിട്ടുള്ള വർത്തമാനങ്ങളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആളാവുക എന്നുള്ളതല്ല. ഈ നന്മയിൽ ചില അസൂയ നന്മയിൽ പാടുണ്ടല്ലോ, അതിലാണ്. അപ്പോൾ എന്താണ് ഇനി വീട്ടിലുള്ളത്, എത്ര കൊടുത്തു എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹും റസൂലും മാത്രമേ ഉള്ളൂ, എല്ലാം കൊടുത്തു എന്ന് അബൂബക്കർ. അപ്പോൾ സമ്പത്ത് കൊടുക്കുന്ന കാര്യത്തിൽ ഒരു മത്സരമായിരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ, നമ്മളൊക്കെ എത്ര പൈസ ചിലവഴിച്ചിട്ടുണ്ട് എന്ന് ആലോചിക്കണം. ഉലൈക അഅ്ളമു ദറജതൻ മിനല്ലദീന അൻഫഖൂ മിൻ ബഅദു മാ വഖാതലൂ. യുദ്ധമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ സമരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ചിലവഴിക്കുന്ന ഒരു ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ സമ്പത്ത് ചിലവഴിച്ചാൽ അത് വലിയ ദറജ പദവിയുണ്ട് അള്ളാഹിൻ്റെ അടുക്കൽ. വകുല്ലം വഅദല്ലാഹുൽ ഹുസ്നാ, അവർക്ക് അള്ളാഹു ഏറ്റവും നല്ലത് തരുന്നതാണ്. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു എല്ലാ കാര്യങ്ങളെപ്പറ്റിയും കൃത്യമായ അറിവുള്ളവനാണ്.
പറഞ്ഞതാണ്, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസനൻ ഫയുളാഇഫുഹു ലഹു വലഹു അജ്റുൻ കരീം. അള്ളാഹു ഒരുപാട് സമ്പത്ത് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും, ദുനിയാവിൽ തരും, പരലോകത്ത് തരും. പക്ഷേ അള്ളാഹ്ക്ക് നിങ്ങൾ കടം കൊടുക്കണം. എങ്ങനെയാ? കടം കൊടുത്താൽ കടമല്ലേ നമ്മൾ തിരിച്ചു വാങ്ങുക. പക്ഷേ അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ പ്രയാസപ്പെടുന്നവർ, കഷ്ടപ്പെടുന്നവർ, കുടുംബത്തിലാവട്ടെ, അയൽവാസികളിലാവട്ടെ, നാട്ടുകാരിലാവട്ടെ, അവർക്കൊക്കെ നമ്മൾ കൊടുക്കണ പൈസ ഉണ്ടല്ലോ, ഒരു നേരത്തെ വിശപ്പകറ്റാൻ, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി, അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ, പ്രയാസപ്പെടുന്നവരുടെ ഒരു പ്രയാസം മാറ്റാൻ നമ്മൾ കൊടുക്കുന്ന സമ്പത്തുണ്ടല്ലോ, ആ സമ്പത്ത് കൊണ്ടൊരു മനുഷ്യൻ്റെ ഒരു വിഷമം, ഒരു പ്രയാസം അങ്ങ് നീങ്ങിക്കിട്ടിയാൽ നാളെ പരലോകത്ത് അള്ളാഹു നമുക്ക് ഒരുപാട് പ്രതിഫലം നൽകുന്നു. മാത്രമല്ല വേറൊരു വലിയ ഓഫറുണ്ട്. ദുനിയാവിൽ വെച്ച് നമുക്ക് അള്ളാഹിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചു തരും. വിശ്വാസികളെ, പ്രിയമുള്ളവരെ, നമ്മൾ ജീവിതത്തിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെക്കുക. നമ്മൾ ഞെരുങ്ങണ സമയത്തും അതുപോലെ നമ്മൾ ബുദ്ധിമുട്ടുള്ള സമയത്തും അല്ലാത്ത സമയത്തും നമ്മൾ പൈസ കൊടുത്തു നോക്കി. നിങ്ങൾ കൊടുത്തു നോക്കി. ഞാൻ എൻ്റെ ഒരു ഉറപ്പ് തരാം, ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹ് തന്ന ഉറപ്പ് തരിക. നിങ്ങളെ ഈമാനെ പരീക്ഷിക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്തു നോക്കി. ഏറ്റവും ആവശ്യമുള്ളവർക്ക് വേണം കൊടുക്കുക. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് യത്തീംഖാനൊക്കെ കൊണ്ടുപോയിട്ട്, പലതും യത്തീംഖാനൊന്നുമല്ല നടക്കുന്നത്, ഉള്ളതുപോലെ പറയാം. പലർക്കും ഇത് വിഷമം ഉണ്ടാവും, പറയാതിരിക്കാൻ നിർവാഹമില്ല. പലയിടത്തും യത്തീമക്കൾ തന്നെയല്ല സ്ഥാപനത്തിൽ, വെറുതെ കുറേ കുട്ടികളെ നിർത്തിയിട്ട് ആളുകളിൽ നിന്ന് പൈസ ആയിട്ട് പിന്നെ പല സ്കൂളുകളും സ്ഥാപനങ്ങളും കെട്ടിപ്പോക്കുക. അതൊക്കെ നടക്കേണ്ട തന്നെയാണ്. പക്ഷേ ഇത് വഴി മോശമായി പോരുത്, വഴി നന്നാവണം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. പല സാധുക്കളായ ആളുകൾ കൊണ്ടുപോയിട്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങ് ഡൊണേറ്റ് ചെയ്യും. അവർ വിചാരിക്കും അതൊക്കെ പാവപ്പെട്ട മക്കൾക്ക് കിട്ടുന്ന. അതൊന്നുമല്ല, അപ്പുറത്ത് ബിൽഡിംഗ് കയറ്റാണ്. ആലോചിച്ചു, പലതും പല വഴിക്കാണ്. പല ട്രസ്റ്റി കമ്മിറ്റികൾ അംഗങ്ങളൊക്കെ നാളെ പഠിച്ചവൻ്റെ മുമ്പിൽ കോടതിയിലൊക്കെ ചോദ്യം ചെയ്തൊക്കെ, ആ കമ്മിറ്റി മെമ്പറാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മെമ്പറായാലും നാളെ ചോദ്യം ചെയ്തൊക്കെ ചോദ്യം ചെയ്യും. അല്ലെ അതിന് ഇറങ്ങി നിൽക്കുക നല്ലത്, പല കമ്മിറ്റിയിൽ നിന്നൊക്കെ ഒഴിവാകുക നല്ലത്. ചിലതൊക്കെ ഇതിൻ്റെയൊക്കെ പേരിൽ നാളെ പടച്ച റബ്ബിൻ്റെ അടുത്തുനിന്ന് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് ലാഭകരമായ പടച്ചവന് കൊടുക്കേണ്ട കടം എന്ന് പറഞ്ഞാൽ ആവശ്യക്കാരിലേക്ക് നമ്മൾ കൊടുക്കുക. അത് എത്ര ക്വാണ്ടിറ്റി ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക എന്നാണ്. يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താ ഉള്ളത്? അങ്ങനെ അള്ളാഹിൻ്റെ മാർഗത്തിൽ ഒരു മടിയുമില്ലാതെ ചെലവഴിക്കുന്ന, സമ്പത്ത് ചെലവഴിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുണ്ടല്ലോ, മുഅ്മിനാത്തുകളുണ്ടല്ലോ, സഹോദരന്മാരെ, സഹോദരിമാരെ. യസ്ആനൂറുഹും ബൈന ഐദീഹിം വബിഐമാനിഹിം, അവരുടെ മുൻവശത്തും വലതുവശത്തുമായിട്ടൊരു പ്രകാശം ഇങ്ങനെ കാണാൻ തുടങ്ങും. നാളെ പരലോകത്ത് ലോകത്തെ മുഴുവൻ ജനങ്ങളും സമ്മേളിക്കുന്ന, ലോകത്തെ വലിയ വലിയ സ്വച്ഛാധിപതികളായി നടന്നിരുന്ന VVIPകളും വലിയ വലിയ ആളുകളും നടന്മാരും ആക്ട്രസും വലിയ പ്രശസ്തരായ ആളുകളുമൊക്കെ ഇങ്ങനെ എല്ലാവരും ഒരുപോലെ സമന്മാരായി നിൽക്കുമ്പോൾ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പേരിൽ നമ്മളുടെ മുമ്പിലും വലതുവശത്തുമായി വലിയ ഒരു പ്രകാശം ഇങ്ങനെ കാണും. ആളുകൾ കാണാൻ തുടങ്ങും. അത് കാണാൻ തുടങ്ങുമ്പോൾ അവരെ സന്തോഷ വാർത്ത അറിയിക്കും. ബുശ്റാക്കുമുൽ യൗമ, നിങ്ങൾക്കൊരു വലിയ സന്തോഷ വാർത്ത ഉണ്ട് കേട്ടോ. നിങ്ങളെ കാണുന്ന കത്തിക്കാളുന്ന ആ സക്രാകുന്ന വലിയ നരകത്തിലേക്ക്, ജഹന്നമിലേക്ക് പോകേണ്ടവരല്ല. നിങ്ങൾക്കിതാ താഴ്ഭാഗത്തുകൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗീയാരാമങ്ങൾ. അവിടെ നിങ്ങൾ ടാക്സ് അടക്കണ്ട, അവിടെ നിങ്ങളൊന്നും കൊടുക്കണ്ട, അവിടെ നിങ്ങൾക്കെല്ലാം ഫ്രീ ആണ്. സുഖമായൊരു ജീവിതം, ജന്നാത്തുൻ തജ്രി. ആ ജീവിതത്തിന്റെ പ്രത്യേകത തഹ്തിഹൽ അൻഹാർ ഉണ്ട് എന്ന് മാത്രമല്ല, താഴ്ഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങൾ തന്നെ, തോട്ടങ്ങൾ തന്നെ എത്രയുമാവാം നിങ്ങൾക്ക്. ആവശ്യത്തിനുള്ള സുന്ദരമായ ആരാമങ്ങൾ അവിടെ ഉണ്ട്. മാത്രമല്ല അവിടെ ഒരു പ്രത്യേകത, ഖാലിദീന ഫീഹാ, നിങ്ങൾക്ക് അവിടെ നിത്യവാസമാണ്, അവിടെ മരണമില്ല, പിന്നെ ശാശ്വതമായ ജീവിതമാ. ഭൂമിയിൽ നിങ്ങൾ ചെയ്ത ത്യാഗത്തിൻ്റെ, സാമ്പത്തിക ത്യാഗത്തിൻ്റെ, സമ്പത്ത് കൊടുത്തതിൻ്റെ, പണം വേണ്ട ആവശ്യമുണ്ടായിട്ടും ജീവിതത്തിൽ എനിക്ക് പണം വേണം, എൻ്റെ ആവശ്യം നടക്കൂലല്ലോ, ഞാൻ വലിയ കാര്യത്തിന് മാറ്റിവെച്ച തുകയല്ലേ, ഇതിപ്പോൾ കൊടുക്കണോ എന്നൊക്കെ ആലോചിച്ചിട്ടും പ്രയാസമായിരുന്നിട്ടും എന്നെക്കാൾ പ്രയാസപ്പെടുന്നവനവനാണ്. അവൻ്റെ ഹോസ്പിറ്റലിലെ ചിലവ് ഞാനിപ്പോൾ എടുത്താൽ അവൻ്റെ ജീവിതം രക്ഷപ്പെടും. അവന് വേണ്ടി പണം ഞാനിപ്പോൾ കൊടുത്താൽ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാരം ഞാൻ ഇറക്കി വെച്ച പോലെയാ. അതുകൊണ്ട് ഞാൻ ഈ പണം കൊടുക്കണം. അങ്ങനെ സഹോദരൻ്റെ വിഷമം ഏതെങ്കിലും ഒന്ന് ഏറ്റെടുക്കാൻ, നെഞ്ചേറ്റെടുക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ദാലിക ഹുവൽ ഫൗസുൽ അളീം, അത് വലിയ നേട്ടമാണ്. ഏറ്റവും വലിയ, നിങ്ങൾക്ക് ഏറ്റവും വലിയ മഹത്വമുള്ള പദവിയായ ഏറ്റവും വലിയ വിജയമാണ്. ഖാലിദീന ഫീഹ യൗമ യഖൂലുൽ. ഇനി അതിൻ്റെ മറുവശം പറയാ. ഇതൊക്കെ ഈ സൂറത്ത് തന്നെ എയിം ചെയ്യണത് കാഫിറുകളെയല്ല,
മുശ്രിക്കുകളല്ല, അവരെ കാര്യമൊന്നുമല്ല ഇവിടെ പറയുന്നത്. കാഫറിൻ്റെ വിഷയം ഇവിടെ പറഞ്ഞിട്ടില്ല. മുസ്ലിങ്ങളായ ഞാനും നിങ്ങളോടുമുള്ള സംസാരമാണ് അള്ളാഹ് നടത്തുന്നത്. യൗമ യഖൂലുൽ മുനാഫിഖൂനൽ മുനാഫിഖാതു ലില്ലദീന ആമനു ഉൻദുറൂന നഖ്തബിസ് മിൻ നൂരികും ഖീല ഇർജിഉ വറാഅകും ഫൽതമിസൂ നൂറാ. ഈ മുനാഫിക്കുകളായ കാര്യം, മുനാഫിക്കുകളുടെ വിഷയം പറയാം. അതായത് നേരത്തെ മുഅ്മിനീങ്ങളുടെ വിഷയം പറഞ്ഞു, അവർക്കുള്ള പ്രകാശം പറഞ്ഞു. ആ പ്രകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ നാളെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോൾ മുനാഫിക്കുകൾ പറയാ, വിശ്വാസികളെ നോക്കിയിട്ട് നോക്കണേ, നിങ്ങളുടെ പ്രകാശം ഉണ്ടല്ലോ, അത് കുറച്ചൊന്ന് ഞങ്ങൾ അനുഭവിക്കട്ടെ, നിങ്ങളെ കുറച്ച് വെളിച്ചം ഇങ്ങോട്ട് തരൂ, ഞങ്ങളൊന്ന് അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോട്ടെ, ആ വെളിച്ചമൊന്ന് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇത് ചിലപ്പോൾ ഇതൊക്കെ ആലങ്കാരികമായ കാര്യമായിരിക്കും കേട്ടോ, പക്ഷേ അതെന്താ അതിൻ്റെ അകം എന്താന്നുള്ള അല്ലാഹു ആലം. ഖീലർജിഉ വറാഅഹും ഫൽതമിസൂ നൂറാ, നിങ്ങൾ കുറച്ച് വെളിച്ചം ഞങ്ങൾക്കൊന്ന് തരുമോ, ഞങ്ങളൊന്ന് അനുഭവിക്കട്ടെ. അപ്പോൾ അവരോട് പറയും, നിങ്ങൾ നിങ്ങളുടെ പിറകിലേക്ക് തന്നെ തിരിച്ചു പോവുക, എന്നിട്ട് ദുനിയാവിൽ പോയിട്ട് വെളിച്ചം തേടേണ്ടി. അത് വിശ്വാസികൾ പറയല്ല, അവരോട് അവിടുന്ന് പറയപ്പെടും. അത് മലക്കുകളാവാം, അവരാ രീതിയിൽ അവർ മനസ്സിലാക്കപ്പെടലാവാം. ദുനിയാവിൽ പോയിക്കോ, ദുനിയാവിൽ നിങ്ങൾ പോയിട്ട് വെളിച്ചെടുത്തിട്ട് പോര്. ഈ വെളിച്ചമെന്നാൽ സൽക്കർമ്മമാണ്. സൽക്കർമ്മം ഭൂമിയിൽ നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ, നമ്മൾ ഭക്ഷണം കഴിച്ചത്, നമ്മൾ ഉറങ്ങിയത്, നമ്മൾ സുഖിച്ചത്, ഇതൊന്നും പരലോകത്തേക്കുള്ളതല്ല. നമ്മളെന്തെങ്കിലും മറ്റുള്ള ഒരു മനുഷ്യൻ്റെ ഒരു ആവശ്യം നമ്മൾ പൂർത്തീകരിച്ച് കൊടുക്കാൻ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ചിലവാക്കിയോ, അത് നാളെ പരലോകത്ത് വെളിച്ചായിട്ട് നമുക്കുണ്ടാവും. കപടവിശ്വാസികൾക്ക് മുമ്പിൽ അവർക്കിടയിൽ ഫളിബ ബൈനഹും ബിസൂറത്തില്ല, ഒരു സൂറത്ത്, ഒരു മതിൽക്കെട്ട് പോലെ ഒരു മറ അങ്ങോട്ട് വരും. ബാബും ബാത്തിനുഹു ഫീഹി റഹ്മത്തു വല്ലാഹിറ, അവർക്ക് പിന്നെ ഒരു ഭിത്തിയുണ്ട്. ആ മതിൽ വന്നതോടുകൂടെ പിന്നെ അതിനൊരു കവാടമുണ്ട്. അതിൻ്റെ അകംഭാഗത്ത് കാരുണ്യം, പുറം ഭാഗത്ത് ശിക്ഷയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് അവരങ്ങ് മാറ്റും. അപ്പോൾ എന്ന് വെച്ചാൽ റഹ്മത്തിൻ്റെ, ഒരു കാരുണ്യത്തിൻ്റെ ഒരു നോട്ടം പോലും ഈ കപട വിശ്വാസികളായ പിശുക്കന്മാരായ മുസ്ലിങ്ങളിൽ പെട്ട മുനാഫിക്കുകൾക്ക് കിട്ടൂല എന്നാണ്. അപ്പോൾ മുസ്ലിം കാറ്റഗറിയിൽ പെട്ടവരാണ് ഈ മുനാഫിക്കുകൾ. ആ മുനാഫിക്കുകൾ മുസ്ലിം കാറ്റഗറിയാണ്, എല്ലാവരും മുസ്ലിങ്ങളാണ്. ഈ മുസ്ലിമായ മനുഷ്യന്മാരുടെ കാര്യം അവിടെ കാഫിറുകളുടെ വിഷയമല്ലല്ലോ പറയുന്നത്, സമ്പത്ത് കൊടുക്കാൻ പറയുന്നത്. അപ്പം അങ്ങനെ കൊടുക്കാനുള്ള മനസ്സില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പിശുക്കന്മാർ, അവർക്ക് റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ കവാടങ്ങൾ അവിടെ തുറക്കപ്പെടൂല എന്നും അവർക്ക് ഒരു മതിലുണ്ടാവുമെന്നും അവർക്ക് പിന്നെ മിൻ ഖിബലിഹിൽ അദാബ്, അവർ ശിക്ഷയുടെ ഒരു ഭാഗത്തേക്ക് അവരെ മാറ്റി നിർത്തപ്പെടുമെന്നും പറയാം. യുനാദൂനഹും അലം നകും മഅകും ഖാലൂ, യുനാദൂനഹും, അവർ വിശ്വാസികളെ വിളിച്ചു ചോദിക്കും, അലം നകും മഅകും, ഞങ്ങൾ നിങ്ങളെ നാട്ടിൽ കൂടൊക്കെ ജീവിച്ചവരല്ലേ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, ചക്കരല്ലേ, മുത്തതൊക്കെ അവിടുന്ന് വിളിച്ചു ചോദിക്കും. ഖാലൂ ബലാ വലാകിന്നകും ഫതൻതും അൻഫുസകും വതറബ്ബസ്തും വർതബ്തും വഅറദ്കുമുൽ അമാനിയു ഹത്താ ജാഅ അംറുല്ലാഹി വഅറക്കും ബില്ലാഹിൽ ഗറൂർ. സത്യവിശ്വാസികൾ പറയാതെ, നിങ്ങളെ തന്നെ നാശത്തിലാഴ്ത്തിയാണ്. വലാകിന്ന ഫതൻതും അൻഫുസകും, നിങ്ങളെ ഫതനത്തിൽ നിങ്ങൾ എത്തിയത്, നിങ്ങൾ തന്നെയാണ് നിങ്ങൾ നാശത്തിലായത്, ഞങ്ങളൊന്നും ചെയ്തതല്ല. നിങ്ങൾ അന്ന് തോന്നിയ പോലുള്ള അവസരവാദ നായല്ലേ. തറബസ്തും വർത്തബത്തും, നിങ്ങൾ അങ്ങനെയല്ലേ ജീവിച്ചത്, നിങ്ങൾ ഭയങ്കര ഡൗട്ടിൻ്റെ ആൾക്കാരല്ലായിരുന്നു. അള്ളാഹിൻ്റെ തീരുമാനം വന്നെത്തും വരെ നിങ്ങൾ വല്ലാത്ത അള്ളാഹിൻ്റെ തീരുമാനം വരുന്നവരെ വറദ്ക്കും, നിങ്ങളൊരു വല്ലാത്തൊരു വ്യാമോഹങ്ങളുമായിട്ട് നിങ്ങൾ ദുനിയാവിനെ അള്ളിപ്പിടിച്ച് ജീവിക്കുന്നവരായിരുന്നില്ലേ. അതുകൊണ്ട് നിങ്ങളെ പെടുത്തിയതാ, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. വറക്കും ബില്ലാഹിൽ ഗറൂർ, അള്ളാഹിൻ്റെ കാര്യത്തിൽ കൊടും വഞ്ചകൻ, അതായത് ഇബ്ലീസ്, പൈശാചികയിൽ അടിപ്പെട്ടു പോയതാണ് മുനാഫിക്ക്. നിങ്ങളുടെ മനസ്സിൻ്റെ രോഗമാണത്. ഒരു തരം കാപട്യത്തിൻ്റെ സ്വഭാവമായിട്ട് നിങ്ങൾ ജീവിച്ചില്ലേ. അള്ളാഹിൻ്റെ ആയത്തുകൾ വരുമ്പോൾ, വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങളോട്, ദീനിൻ്റെ താല്പര്യങ്ങളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടു, ചിലത് നിങ്ങൾ ഒഴിവാക്കി, വല്ലാത്ത സംശയാലുക്കളായി ദുനിയാവിൽ ജീവിച്ചു. അതുകൊണ്ട് നിഫാക്ക് കാരണം നിങ്ങൾക്ക് സംഭവിച്ചു പോയത്, നിങ്ങൾ തന്നെ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നവർ മറുപടിയും പറയും. ഫൽയൗമ ലാ യുഖദു മിൻകും ഫിദിയത്തുൻ വലാ മിനല്ലദീന കഫറൂ, എന്നാൽ ഇന്ന് നിങ്ങളിൽ നിന്ന്, സത്യനിഷേധികളിൽ നിന്ന് പ്രായശ്ചിത്തൊന്നുമില്ല.
നിങ്ങൾക്ക് ഫിദിയ എന്നിട്ട് രക്ഷപ്പെടാനൊന്നും പറ്റൂല. ഫിദിയ നമ്മൾ പ്രായശ്ചിത്തം ചെയ്തിട്ടൊന്നും രക്ഷപ്പെടാൻ പറ്റുന്ന അവസ്ഥയിലല്ല. ലദീന കഫറു, അതുകൊണ്ട് സത്യനിഷേധത്തിന് പ്രായശ്ചിത്തം സ്വീകരിക്കുന്നതല്ല. മഅവാകുമുന്നാർ, നിങ്ങൾക്ക് നരകം തന്നെയാണ്. കാഫിറുകളെയാണ് അടുത്തൊരു, നേരത്തെ മുനാഫിക്കുകളുടെ കാര്യമാണ് പറഞ്ഞത്, ഇപ്പോൾ കാഫിറുകളുടെ വിഷയമാണ്. മഅവാകുമുന്നാർ, നിങ്ങൾക്ക് നരകമാണ്. ഹിയ മൗലാക്കും ഫബിഅ്സൽ മസീർ, നിങ്ങളുടെ അഭയസ്ഥാനം, നിങ്ങളുടെ മൗലാക്കായിട്ട് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, ഏറ്റവും ചീത്തമായ നരകത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. നിങ്ങൾ സത്യനിഷേധമായിട്ട് ദുനിയാവിൽ ജീവിച്ചവരല്ലേ, അല്ല വേണ്ട, ദീന് വേണ്ട, അള്ളാഹിൻ്റെ നിയമം വേണ്ട, എനിക്കെൻ്റെ സമ്പത്ത് മതി എന്ന് പറഞ്ഞ് സമ്പത്തിനെ കെട്ടിപ്പൂട്ടി ജീവിച്ച കാഫിറുകളായ സത്യനിഷേധികളെ, നിങ്ങൾക്ക് നരകത്തിലേക്ക് തന്നെ പോകാം. അലം യഅ്നിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. സത്യവിശ്വാസികളുടെ ഹൃദയങ്ങൾ അലം യഅ്നില്ലദീന ആമനു തഖ്ശഅ ഖുലൂബുഹും, ദൈവസ്മരണകൾക്ക് വേണ്ടി ഇനിയും എന്തേ അള്ളാഹിൻ്റെ ദിക്റിലേക്ക് വരാത്തത്? നസ്സൽനാ മിനൽ ഹഖ്, സത്യമൊക്കെ മനസ്സിലാക്കിയിട്ടും അവരുടെ മനസ്സിൽ യാതൊരു ചാഞ്ചാട്ടവും ഇല്ലല്ലോ. വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, വേദം കിട്ടിയവരെ പോലെ അവരുടെ മനസ്സിനി ആവുമോ? ഇനിയും കുറേയേറെ കടന്നു പോയതിനാൽ അവരുടെ ഹൃദയങ്ങൾ അങ്ങ് കടുത്തുപോയി. അൽ അമദു ഖസത് ഖുലൂബുഹും, അവരുടെ മനസ്സങ്ങനെ കടുത്തുപോയോ? നിങ്ങൾ അധിക പേരും കസീറും മിൻഹും ഫാസിഖൂൻ, നിങ്ങളിൽ അധിക ആളുകളും എന്താണ്? ഫാസിഖാണ്, അധർമ്മകാരികളാണ്, തെറ്റായ മോശം ജീവിതം നയിക്കുന്നവരാണ്. ഇത് മുഅ്മിനീങ്ങളോടാണ് പറയുന്നത്. അലം യഅ്നില്ലദീന ആമനൂ, വിശ്വസിച്ചവരെ. ഇത് നമ്മൾ പെട്ട് നമ്മുടെ മനസ്സൊക്കെ, നമ്മുടെ കർമ്മങ്ങളൊക്കെ പലതും വലിയ തെറ്റ് ചെയ്യുന്നവരാണ് എന്ന് ഖുർആൻ അടിസ്ഥാനപ്പെടുത്തുകയാണ്. അത് നമ്മൾ നമ്മുടെ കൽബകങ്ങളെ, നിങ്ങൾക്കിനിയും ദൈവസ്മരിക്കലില്ല, അള്ളാഹിൻ്റെ ദിക്റിലേക്ക് വരാൻ നിങ്ങൾക്കിനിയും സമയമായില്ല. ഖുശൂവോടുകൂടെ നിങ്ങളുടെ കൽബിനിയും എന്താ അള്ളാഹിലേക്ക് മാറാത്തത്? കൽബുള്ള ഖുശൂഉള്ള ആളുകളെ സമ്പത്ത് അള്ളാഹിൻ്റെ വഴിയിൽ ചിലവഴിക്കൂ. അങ്ങനെ അള്ളാഹുവിലേക്ക് വഴിമാറാൻ ഇനിയും സാധിക്കുന്നില്ലേ? നിങ്ങളുടെ മനസ്സെന്തേ ഇനി മാറാത്തത് എന്നല്ല ചോദിക്കുക. ഈ നിങ്ങൾക്ക് മുമ്പ് ഊത്തുൽ കിതാബ്, മുമ്പ് വേദം വന്ന തൗറാത്തിൻ്റെയും ഇഞ്ചിലിൻ്റെയും വാഹകരായിട്ടുള്ള ആളുകളില്ലേ, അവരവരുടെ കുറേ ആരാധനാനുഷ്ഠാനങ്ങളിൽ കെട്ടിപ്പൂട്ടി ദീനിനെ വെച്ച് സമ്പത്ത് കൊടുക്കുന്ന വിഷയത്തിലോ സാമൂഹ്യ ജീവിതത്തിലോ യാതൊരു നന്മയും ചെയ്യണ്ട എന്ന രീതിയിൽ അവർ ജീവിച്ച പോലെ നിങ്ങളും ആയിപ്പോവാണോ? നിങ്ങളിൽ അധിക ആളുകളും അതിക്രമം ചെയ്യുന്നവരാ എന്നല്ല പറയുമ്പോൾ, ഈ ദിക്റുള്ള എന്ന് പറഞ്ഞാൽ വെറുതെ തസ്ബീഹ് നാവുകൊണ്ട് ഇങ്ങനെ ചൊല്ലലല്ല, കയ്യിലുള്ള പോക്കറ്റിലുള്ള പൈസ എടുത്ത ആവശ്യക്കാർ കൊടുക്കുന്നതിൻ്റെ ആവശ്യകതയാ. അതുകൊണ്ട് അലമൂ അന്നല്ലാഹ യുഹ്യിൽ അർള ബഅദ മൗതിഹാ ഖദ് ബയ്യന്നാ ലകുമുൽ ആയാതി ലഅല്ലകും തഅഖിലൂൻ. അറിയുക, ഭൂമി അതിൻ്റെ മരണശേഷം ജീവനുറ്റതാക്കുന്നത് അല്ലാഹുവാണ്. എന്തൊരു അത്ഭുതകരമായ ഒരു പ്രോസസ്സാണ് ഈ ഭൂമിയെ മഴ വർഷിപ്പിക്കുന്ന സന്ദർഭത്ത് ചെടികളിങ്ങനെ മുളച്ചു വരുന്നത്. യുഹ്യിൽ അർള ബഅദ മൗതിഹാ, അതിങ്ങനെ മരിച്ചു കിടക്കുന്ന മണ്ണിൽ നിന്ന് ചെടികൾ മുളപ്പിക്കുന്നത് നിങ്ങൾക്ക് തിന്നാൻ തരുന്നത് അള്ളയാണ്. അത് ബയ്യന്നാ ലകുമുൽ ആയാതി ലഅല്ലകും തഅഖിലൂൻ, നിങ്ങൾക്ക് ചിന്തിക്കാൻ വിവരമുള്ളവർ മനസ്സിലാക്കിക്കോളുക. നമ്മൾ ഭക്ഷണം കഴിക്കൂല, അള്ളാഹിൻ്റെ റഹ്മത്തിലല്ലേ നമ്മൾ ഓരോ നേരം 4 നേരം 3 നേരം ഭക്ഷണം കഴിക്കുന്നവർ വെള്ളമെടുത്ത് ചുണ്ടോട് ചേർക്കുമ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്താണ്. എത്ര വലിയ പ്രോസസ്സിൻ്റെ ഭാഗമായി അള്ളാഹു സംവിധാനിച്ച ഇവിടെ ആവാസ വ്യവസ്ഥയിലെ സംവിധാനങ്ങൾ വഴി ഈ ഭൂമിയിൽ നമ്മൾ എടുക്കുന്ന ചോറിൽ കൈവെക്കുമ്പോൾ, അല്ലെങ്കിൽ ദോശയോ പത്തിരിയോ പുട്ടോ എന്താ തിന്നുന്ന അതിലെടുത്ത് വായിൽ വെക്കുമ്പോൾ ബിസ്മി ചൊല്ലുമ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കണം, അള്ളാഹിൻ്റെ റഹ്മത്താണ്. ഒരു ചെടി മുളച്ച് വന്ന് എന്തുമാത്രം പ്രോസസ്സിങ്ങിലൂടെ അള്ളാഹ് ഉണ്ടാക്കി തന്ന ഭക്ഷണ. ഇന്നൽ മുസദ്ദിഖീന വൽ മുസദ്ദിഖാതി വഅഖ്റിദുല്ലാഹ ഖർളൻ ഹസനൻ യുളാഇഫു ലഹും വലഹും അജ്റുൻ കരീം. അല്ലാഹു
ദാനധർമ്മം നൽകിയ സ്വതക്ക ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാർക്ക് ഉത്തമമായ കടം കൊടുത്തവർക്ക് ഇരട്ടി പ്രതിഫലമുണ്ട്. അത് പരലോകത്ത് മാത്രമല്ല മുസദ്ദിഖിന്, അത് ആണാവട്ടെ പെണ്ണാവട്ടെ അള്ളാഹിൻ്റെ വഴിയിൽ ചെലവഴിച്ചോളൂ സഹോദരന്മാരെ. ഒരു കണക്കും വെക്കണ്ട, ഒരു സക്കാത്തിൻ്റെ 2.5 പിന്നാലെ കൂടണ്ട. നിങ്ങൾ നിങ്ങളുടെ പൈസ എടുത്തിട്ട് പരമാവധി കൊടുത്തോളൂ, ഒട്ടും കുറഞ്ഞു പോവില്ല. നല്ല നീയത്തിൽ അള്ളാഹിൻ്റെ വജ്ഹ് മാത്രം. ദുനിയാവിൽ ആരുടെ മുമ്പിൽ ആളാവാനല്ല. ആരും നമ്മുടെ മുമ്പിൽ വന്ന് മടുക്കുത്ത് അയച്ചിട്ടിട്ട് നമ്മുടെ മുമ്പിൽ കൈകൂപ്പി നിൽക്കാനോ കാണുമ്പോൾ നമ്മളെ സലാം പറഞ്ഞ് വല്ലാതെ നമ്മുടെ കൈ വന്ന് മുത്താനോ വേണ്ടി ഒന്നുമല്ല. നമ്മുടെ ഒരു പുഞ്ചിരി പോലും പ്രതീക്ഷിക്കാതെ, ലാ നുരീദു മിൻകും ജസാഅം വലാ ശുക്കൂറ, ഒരു നന്ദി വാക്ക് പോലും വേണ്ട. അള്ളാഹു എനിക്ക് തന്ന സമ്പത്ത്, അള്ളാഹുവിൻ്റെ അബദായിട്ട് വിശക്കുന്നവൻ്റെ വിശപ്പ് മാറ്റാൻ, ഒരു ഹോസ്പിറ്റലിലെ കേസ് പരിഹരിക്കാൻ, ഒരാളുടെ വിഷമം മാറ്റാൻ, ഒരുത്തൻ്റെ കടം മാറ്റാൻ, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മുടെ പണം ചെലവഴിച്ചോ, അള്ളാഹു ദുനിയാവിൽ വെച്ച് തന്നെ ഒരുപാട് നമുക്ക് ഇരട്ടിയായിട്ട് തിരിച്ചു തരും. എന്താ ഇരട്ടിയായി ദുനിയാവിൽ വെച്ച് അള്ള തരുമെന്ന വാഗ്ദാനം നമുക്കുണ്ട്. പരലോകത്താവട്ടെ അതിനേക്കാൾ അപ്പുറം. അന്നൊരു പക്ഷേ നമുക്ക് പൈസ അന്നോ അല്ലെങ്കിൽ ആ വർഷമോ ഒരു പൈസ വലിയ നഷ്ടമായിട്ട് നമുക്ക് തോന്നാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞിട്ട് അത് വേറെ വിഷയമാണ്. അങ്ങനെ അതുപോലും തോന്നരുത്. അള്ളാഹിൻ്റെ മാർഗത്തിൽ നമ്മൾ ചിലവഴിക്കുമ്പോൾ വല്ലദീന ആമനൂ ബില്ലാഹി വറുസുലിഹി ഉലൈക ഹുമുസ് സ്വദ്ദീഖൂൻ വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും والذين كفروا وكذبوا بآياتنا أولئك أصحاب الجحيم. അള്ളാഹിൻ്റെ റസൂലിൽ വിശ്വസിച്ചവര്, അള്ളാഹുവിൽ വിശ്വസിച്ചവര് അവരാരാണോ അള്ളാഹിൻ്റെ റസൂലിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിൻ്റെ അടുക്കൽ അവർ സിദ്ദീഖൂനാണ്, അവർ സത്യസന്ധരാണ്. വശുഹദാഉ ഇൻദ റബ്ബിഹിം ലഹും അജ്റുഹും വനൂറുഹും, അവർക്ക് അള്ളാഹു വെളിച്ചമായിട്ട് അവരുടെ കർമ്മഫലമാണ് നൽകപ്പെടുന്നതാണ്. വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൽ ജഹീം. ആരൊക്കെ ഇതിനെ കളവാക്കിയവർ. ഇനിയും ഈ സൂറത്തുൽ ഹദീദ് മുഴുവൻ കേട്ടിട്ടും, ഇത്രമേൽ ആയത്തുകൾ അടിക്കടി കേട്ടിട്ടും കയ്യുന്നൊരു പൈസ ചെലവഴിക്കാൻ പോലും മനസ്സ് കിട്ടാത്ത മുനാഫിക്കുകളായിട്ട് ജീവിക്കുന്നവരെ, അങ്ങനെയുള്ളവരാരും ഈ ഖുർആൻ ക്ലാസിൻ്റെ മജ്ലിസിലേക്ക് ഇത് കേൾക്കാൻ വരണില്ല എന്ന് ന്യായമായിട്ട് ഞാൻ വിചാരിക്കുക സഹോദരന്മാരെ. അങ്ങനെയുള്ള മനസ്സ് നമ്മുടെ മനസ്സിൽ ഈ മാസം എത്ര കൊടുത്തു ആലോചിച്ച് നോക്കുക. ഈ ഒരു കൊല്ലത്ര ഞാൻ ഇങ്ങനെ അള്ളാഹിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഞാൻ എത്ര ചിലവാക്കി. അത് ചിലവായിട്ടില്ലെങ്കിൽ അത് അങ്ങ് കൊടുക്കണം. അത് കൊടുക്കാൻ നമുക്ക് സാധിക്കണില്ലെങ്കിൽ നമ്മൾ മുനാഫിഖാണ്. വല്ലദീന കഫറു, അങ്ങനെയുള്ളവർ കളവാക്കുന്നവരാ, അള്ളാഹിൻ്റെ ആയാത്തുകളെ നിങ്ങൾ നിഷേധിക്കുന്നവരാ, നിങ്ങൾ നരകത്തിലേക്ക് പോകുന്നവരാ. ഉറപ്പിച്ചോളുക. എന്നിട്ട് വളരെ ഗൗരവമുള്ള ഒരായത്ത്, ഒരു പക്ഷേ ഖുർആനിൽ നമ്മൾ ഇത്തരം ഒരായത്ത് നമ്മുടെ ഹൃദയത്തിൽ തട്ടി നിൽക്കേണ്ട, എന്നും ഓർത്തെടുത്ത് വായിക്കേണ്ട ആയത്താണ്. ദുനിയാവെന്ന് പറഞ്ഞത് എന്താന്ന് പച്ചക്ക് വരച്ച് കാട്ടുന്ന ആയത്താണ്. അലമൂ, സമ്പത്ത് കെട്ടിപ്പൂട്ടി കിടക്കുന്നവരെ, അതുമായിട്ട് ഹൃദയബന്ധം പുലർത്തി നിൽക്കുന്നവരെ, പൈസ കൊടുക്കാനോ അള്ളാഹിൻ്റെ വഴിയിലോ ദീനിൻ്റെ മാർഗത്തിലോ സമ്പത്ത് ചെലവഴിക്കാനൊക്കെ മടിച്ച് ദുനിയാവിനെ കെട്ടിപ്പൂട്ടി ജീവിക്കുന്നവരെ കേട്ടുകൊള്ളുക. അലമൂ അന്നമൽ ഹയാത്തുദ് ദുനിയ, ഈ ദുനിയാവിൽ ജീവിതമുണ്ടല്ലോ, ലഅബും വലഹും വസീനത്തും വതഫാഖുറും ബൈനക്കും, ഇത് ഒരു വെറുതെ ഉള്ള ഒരു കളിയും തമാശയുമായിട്ട് ഇതിനെ കണ്ടാൽ മതി. ഇത് കുറേയുള്ള പുറമെ കാണുന്ന ബൈനക്കും വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, മക്കളുടെ കാര്യത്തിൽ സമ്പത്തിൻ്റെ കാര്യത്തിൽ വെറുതെയുള്ള പൊങ്ങച്ച പ്രകടനങ്ങളുമായിട്ട് ഇങ്ങനെ നിങ്ങൾക്കിടയിൽ നടക്കുക എന്നുള്ളതിൻ്റെ കുറേ ലൈവായി കളിയും തമാശയും ചില അലങ്കാരങ്ങളും പൊങ്ങച്ച പ്രകടനങ്ങളും മാത്രമാണ്. അതത്രയേ ഉള്ളൂ. ഇതൊന്നും വലിയ സംഭവമല്ല. മക്കളെ കുറേ വലുതായി കഴിഞ്ഞാൽ മക്കളുടെ പേരിൽ അഹങ്കരിക്കുന്ന മാതാപിതാക്കളെ നിങ്ങൾ കാണില്ലേ? ദുനിയാവിൽ എൻ്റെ മോനാണ്, ഓൻ വലിയ ആളാണ്, എഞ്ചിനീയറാണ്, ഡോക്ടറാണ്, ഓൻ അവിടെയാണ്, സൗദിയിലാണ്, ഖത്തറിലാണ്, അമേരിക്കയിലാണ്, ഇതൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്ന പൗസാപ്പ് പറഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാരെ കാണുന്നില്ലേ? സമ്പത്തിൻ്റെ പേരിൽ വലിയ കാറൊക്കെ വാങ്ങിയിട്ട് വലിയ സംവിധാനങ്ങളുമായിട്ട് അങ്ങാടിയിൽ ഇറങ്ങി നടന്നിട്ട് ആളുകളുടെ മുമ്പിൽ ആളാവുന്ന ആൾക്കാരെ നമ്മൾ ദിവസം കാണുന്നില്ലേ? അഹങ്കാരികൾ, അങ്ങനെയുള്ള ഡമ്പ് കാണിച്ച് നടക്കുന്ന ആളുകൾ എത്രയോ നമ്മൾ കാണുന്നില്ലേ? പരസ്പരം പോരാട്ടം നടത്തുന്ന പോലെ തൻ്റെ വീട് പിന്നെയും കെട്ടിപ്പൊക്കി മറ്റുള്ള അയൽവാസി പൊക്കിയോ ഞാൻ അതിനേക്കാൾ വലിയ മതിൽ കെട്ടും, അതിനേക്കാൾ
വലിയ വീട് ഞാൻ ഉണ്ടാക്കോ, അവൻ ആ പെയിൻ്റ് അടിച്ചോ, ഞാൻ ഈ പെയിൻ്റ് അടിക്കും. ഇങ്ങനെ ഒരു തരം തകാസുർ നടത്തുന്ന ആളുകൾ നിങ്ങൾക്കിടയിലുള്ള, അതുപോലെ സീനത്തും ഒരുപാട് അലങ്കാരങ്ങളുമായി കുറേ മോടി പിടിപ്പിച്ച് അങ്ങനെയുള്ള ഒരു വെറുതെയുള്ള ഒരു പുറംപൂച്ചുള്ള തമാശയും കളിയൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനം മാത്രമാണ് ദുനിയാവിലെ ജീവിതം. കമസലി ഖൈസ്, അതെങ്ങനെയാണെന്നറിയോ? കമസൽ, അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അജബൽ കുഫാറ നബാതഹു സുമ്മ ബഹീജു സുമ്മ യഹീജു ഫതറാഹു മുസ്ഫറൻ സുമ്മ യകൂനു ഹുതാമാ. അതെങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു ചെറിയ മഴ പെയ്തപ്പോൾ അവിടെയുള്ള കർഷകരൊക്കെ വലിയ സന്തോഷത്തിലായി. അവരങ്ങനെ ഇപ്പം കിട്ടുമല്ലോ, വിളവ് കിട്ടുമല്ലോ, മഴ പെയ്ത് വലിയ സന്തോഷമായി, വിളവ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അവരിങ്ങനെ കാത്തുനിന്ന് നല്ല ബിസിനസ് ലാഭം ഉണ്ടാവാൻ പോവുക എന്നുള്ള കാത്തുക്കുമ്പോണ്ടോ ഒരു പക്ഷേ പിറ്റേന്ന് നോക്കുമ്പോൾ അത് ഉണങ്ങിപ്പോയിട്ടുണ്ട്, അത് മഞ്ഞയായിപ്പോയി, എല്ലാം നശിച്ചു പോയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ജീവിതം. നമ്മളൊക്കെ ഒരേ പ്രതീക്ഷയിൽ ഇങ്ങനെ മക്കളെ പോറ്റി വളർത്ത് ഒരുപാട് പൈസ ഉണ്ടാക്കും. ഈ പണം കൊണ്ടുപോലും ദുനിയാവിലൊരു പ്രതീക്ഷയില്ലാതെ ആശുപത്രികളിൽ കോമാ സ്റ്റേജിൽ ജീവിതം മുഴുവൻ തള്ളി നീക്കേണ്ട, നട്ടെല്ല് പൊട്ടി കിടപ്പിലാകേണ്ടി വന്ന, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന് കിടക്കേണ്ടി വന്ന, ക്യാൻസർ വന്നിട്ട് കിടക്കേണ്ടി വന്ന, കിടപ്പിലായിപ്പോയി എത്ര ജീവിതങ്ങളാ പ്രിയമുള്ളവരെ. ഞാനും നിങ്ങളും നമ്മുടെ കയ്യിലുള്ള പണവുമായിട്ട് എത്ര ദിവസം ജീവിക്കുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ജീവിതമാ. വഫിൽ ആഖിറതി അദാബുൻ ശദീദ്. അങ്ങനെ ദുനിയാവിൽ നിഗളിച്ച് നടക്കുന്നവരെ, അഹങ്കാരികളെ, നിങ്ങൾക്ക് അദാബും ശദീദുമാണ്, നിങ്ങൾക്ക് കഠോരമായ ശിക്ഷയാ നാളെ പടച്ച റബ്ബ് വെച്ചിട്ടുള്ളത്. നിങ്ങൾ മുസ്ലിമായ പേരിട്ട് നടന്നുകൊണ്ട് കാര്യമില്ല, 5 നേരം നിസ്കരിച്ചത് കൊണ്ടും കാര്യമില്ല. അള്ളാഹിൻ്റെ വഴിയിൽ ഫീ സബീലില്ല നിങ്ങളുടെ സമ്പത്ത് ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹദീദിലെ ആയത്തിൽ നിങ്ങൾ അറിയുമ്പോൾ അള്ളാഹിൻ്റെ കലാമാ. ഇതിനെ നിഷേധിച്ച് തള്ളരുതേ. വമഗ്ഫിറത്തും മിനല്ലാഹി വരിളുവാൻ. അതോടൊപ്പം നിങ്ങൾ സമ്പത്ത് ചെലവഴിക്കുകയും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത് അള്ളാഹിൻ്റെ ദീനിൻ്റെ വഴിയിൽ നിങ്ങൾ ചെലവഴിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലുള്ള വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈമാൻ്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൻ്റെ മുഖമുദ്ദേശിച്ച് മാത്രം നിങ്ങൾ ചെലവഴിക്കാൻ നിങ്ങൾ തയ്യാറാണോ? വമഗ്ഫിറത്തും മിനല്ലാഹി വരിളുവാൻ. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തോടെ, തൃപ്തിയോടെ, പൊരുത്തത്തോടെ അവൻ നിങ്ങളുടെ ചെയ്തു പോയ മുൻകാല പാപങ്ങൾ അല്ലാഹ് പുറത്തു തരും. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. ഇതൊരു ചതിച്ചരക്കാ, ഇതൊരു ട്രാപ്പാണ് ഈ ദുനിയാവിലെ ജീവിതം. നിങ്ങളെ വഞ്ചിക്കുന്ന വഞ്ചനാത്മകമായ ചതിച്ചരക്ക് പോലെ നിങ്ങളെ വഞ്ചിക്കുന്ന, നിങ്ങളൊരു കടയിൽ ചെന്നൊരു സാധനം വാങ്ങി, വലിയ വില കൊടുത്ത് വാങ്ങിയപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാ, വീട്ടിലെത്തി തുറന്നു നോക്കുമ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെട്ടു എന്ന പോലെ ദുനിയാവിൽ വഞ്ചനാത്മകമായൊരു ചതിച്ചരക്ക് പോലെ മതാഉൽ ഗുറൂറ. ഈ ദുനിയാവിലെ ജീവിതത്തിൽ കണ്ണ് മഞ്ഞളിച്ച് പോയിട്ട് പരലോകം നഷ്ടപ്പെടുത്തല്ലേ പ്രിയമുള്ളവരെ. വിശുദ്ധ ഖുർആന്റെ ആകത്തുക ഇതാ. ഈ ആയത്ത് വലിയ പ്രധാനപ്പെട്ട ആയത്താ. നമ്മളൊക്കെ ജീവിതത്തിൽ എപ്പോഴും ആലോചിക്കേണ്ട സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്ത് ഹൃദയത്തിൽ ഏറ്റെടുക്കണം പ്രിയമുള്ളവരെ. ജീവിതം എന്നത് നശ്വരമാ. ദുനിയാവിലെ കൊച്ചു ജീവിതത്തിന് വേണ്ടി അള്ളാന്റെ പരലോകത്തിൽ ശാശ്വതമായ മരണമില്ലാത്ത, ആസ്വദിച്ചാൽ ആസ്വാദനങ്ങൾ അസ്തമിക്കാത്ത, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു മനസ്സും അനുഭവിച്ചിട്ടില്ലാത്ത, ഒരു സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ സുഖസൗകര്യങ്ങളുടെ മരണമില്ലാത്ത ഒരു ലോകം നഷ്ടപ്പെടുത്തല്ലേ. ദുനിയാവിലെ കൊച്ചു ജീവിതം ഒന്നും കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കൂല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ മക്കളെ പോലും നമ്മളിവിടെ ഉപേക്ഷിക്കണം, നമ്മുടെ സമ്പത്ത് മുഴുവനും ഇവിടെ ഉപേക്ഷിക്കണം, നമ്മുടെ ശരീരം പോലും മണ്ണിൽ ഉപേക്ഷിച്ച് നമ്മളൊരു യാത്ര പോകേണ്ടവരാന്നുള്ള ബോധ്യം എൻ്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അവിടെയാണ് ഈ സൂറത്തുൽ ഹദീദിലെ 20-ാമത്തെ ആയത്തിൽ അള്ളാഹിൻ്റെ കലാം പറഞ്ഞ ഇതാണ് പ്രാപഞ്ചിക സത്യം. ഇതിവിടെ തീരും. ഇന്നല്ലെങ്കിൽ നാളെ സൂര്യൻ ഉദിക്കുന്നത് കാണാൻ ഞാനും നിങ്ങളുണ്ടാവോ? അള്ളാഹു ആലം. അള്ളാഹുവെ ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. ദുനിയാവിലേക്ക് ഞങ്ങൾ ഇങ്ങനെ പോവുക റബ്ബേ. ദുനിയാവിൽ മതി വരാത്ത അവസ്ഥ. വാഹനം പുതിയത് വേണം, ഫോണ് പുതിയത് വേണം, സൗകര്യങ്ങൾ പോരാ. അള്ളാഹുവെ എവിടെ കൊണ്ട് തീരാനാ? അൽഹാക്കുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഖബറിൽ വെക്കുന്നവരെ മനുഷ്യൻ്റെ ഹുക്കുമും തകാസുറും കിട്ടിയ മതിയാവാത്ത, അധികരിച്ച് പിന്നെയും വേണം എന്ന ചിന്ത തീരാത്ത ഈ ദുനിയാവിൽ പടച്ച റബ്ബേ, ദുനിയാവിൻ്റെ ഈ ചതിയിൽ ഞങ്ങളെ പെടുത്തല്ലേ അള്ളാഹുവേ. നിൻ്റെ മാർഗത്തിലെ സമ്പത്ത് എത്രമേൽ ചെലവഴിക്കാൻ പറ്റുമോ അത്രമേൽ ചെലവഴിക്കാനുള്ള മനസ്സ് താ അള്ളാഹുവേ. ദുനിയാവിനോട്, മക്കളോട്, എല്ലാറ്റിനോടുമുള്ള ഈ സ്നേഹം വല്ലാത്ത ഒരു അതിര് കവിഞ്ഞ അവസ്ഥയിൽ മാറ്റല്ലേ
അള്ളാഹുവെ ഞങ്ങൾക്കൊന്നും വലുതല്ല, ഞങ്ങൾക്ക് ഈ പ്രപഞ്ചത്തിലെ ഒന്നിനേക്കാളും ഞങ്ങൾ തൽക്കാലത്തേക്ക് ഒരു ബസ് സ്റ്റോപ്പിലിരിക്കുന്ന ഒരു വഴിയാത്രക്കാരൻ ബസ് സ്റ്റോപ്പ് എൻ്റെതാന്ന് പറയോ, അതുപോലെ ദുനിയാവിലെ ഒരു വഴിയാത്രക്കാരനെ പോലെ ഒരു ദുനിയാവിലെ വഴിയാത്രക്കാരനാ അള്ളാഹുവെ ഞങ്ങളെ ഈ വഴിയാത്രയിൽ ഈ വഞ്ചനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അള്ളാഹുവെ നിന്നിലേക്ക് ഒരുപാട് സൽക്കർമ്മങ്ങളുമായി മരണപ്പെടാൻ, മുഅ്മിനായിട്ട് മരണപ്പെടാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ മുനാഫിക്കുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തല്ലേ സാബിഖൂ ഇലാ മഗ്ഫിറതിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്. അതുകൊണ്ട് സാബിഖൂ നിങ്ങൾ മുന്നേറണം അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്ക്, സമ്പത്ത് കൊണ്ടുള്ള വലിയ ജിഹാദിലേക്ക് നമ്മൾ മുന്നേറണം. മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ് ഉഇദ്ദത് ലില്ലദീന ആമനൂ ബില്ലാഹി വറസുലിഹി ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. ആകാശഭൂമികളിലെ പോലെ വിശാലമായ സ്വർഗത്തിലേക്ക്, ആകാശഭൂമികളെക്കാൾ വിശാലമായ സ്വർഗമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ 10 സെൻറ്റോ 20 സെൻറ്റോ ഒക്കെ ഉള്ള ചെറിയ വീടും സൗകര്യങ്ങളുമാണ് ഇവിടെ ദുനിയാവിൽ കൊച്ചു ജീവിതത്തിൽ. അത് തന്നെ ഒരുപാട് ടാക്സും കൊടുത്ത് ഒരുപാട് വിഷമങ്ങളുമായിട്ട് നമ്മൾ ജീവിക്കണം. അതിനൊക്കെ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ അള്ളാഹുവെ മറക്കല്ലേ. ആകാശഭൂമികളിലേക്കാളും വിശാലമായ സ്വർഗപ്രപഞ്ചത്തിലേക്ക്, ആ വലിയ വിശാലതയിലേക്ക് നമുക്കുള്ള വലിയ നേട്ടം കൊഴിയാൻ ഈ ഭൂമിയിൽ നമുക്ക് സാധിക്കണം. ലില്ലദീന ആമനൂ ബില്ലാഹി വറസൂലി, അള്ളാഹുവിലും അന്ത്യപ്രവാചകരിലും വിശ്വസിച്ചവർക്കായി തയ്യാറാക്കപ്പെട്ടതാ. ദാലിക ഫദ്ലുല്ലാഹി യുഅ്തീഹി മൻ യശാ. അള്ളാഹു അത് അവർക്ക് നൽകാൻ വെച്ച അനുഗ്രഹമാ, അവൻ ഉദ്ദേശിച്ചതവൻ നൽകും. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അള്ളാഹുവിൻ്റെ ഫദ്ല് നൽകുന്ന കാര്യത്തിൽ യാതൊരു പിശുക്കുമില്ല, അവൻ ഔദാര്യവാനാണ്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഭൂമിയിലോ നിങ്ങളിൽ ഒരു വിപത്തും അനുഭവിക്കണില്ല, ഒരു മുസീബത്തും അല്ലാഹ് നിങ്ങൾക്ക് ദുനിയാവിൽ തരണില്ല. വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ. അല്ലാഹു നിങ്ങൾക്ക് എഴുതി വെക്കാത്ത ഒരു വിപത്തും നിങ്ങൾക്കൊരു മുസീബത്തും ഇല്ല. മറ്റൊരായത്ത് ഇത് പറയുമ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തുക സഹോദരന്മാരോട്, സഹോദരിമാരോട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ഭൂമിയിലൊന്നും ഉണ്ടാക്കാൻ വന്നവരല്ല. ഇവിടെയുള്ള നേട്ടങ്ങളും ഇവിടെയുള്ള എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടവരാ അള്ളാഹിൻ്റെ അടുക്കൽ എന്ന വാക്യം അത് പറയുന്നതോടെ ഏത് മുസീബത്തല്ലാതെ വരുന്നു. വിഷമങ്ങളുള്ളവരെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഓരോരോ വിഷമങ്ങളുണ്ടാകും. പറയുന്ന എനിക്കുണ്ട്, നിങ്ങൾക്കുണ്ട്. ഒരുപാട് മാനസികമായ പല പല പ്രയാസങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ, പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, പലരുടെയും പ്രശ്നങ്ങൾ. എന്ത് വലിയ പ്രശ്നങ്ങൾ വന്നാലും വിഷമിക്കരുതേ. മുസീബത്ത് എന്ത് വന്നാലും അത് അല്ലാഹു ബിഇദ്നില്ല നമുക്ക് നൽകുന്നതാ. അതുകൊണ്ട് നമ്മൾ ക്ഷമയോടെ നേരിടണം, അല്ലാഹുവോട് ദുആ ചെയ്യണം. എല്ലാം ഒരു കിതാബിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ റബ്ബായ റബ്ബ് എല്ലാം ഫാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും ഒക്കെ അള്ളാഹിൻ്റെ അടുക്കൽ അത് വെക്കപ്പെട്ട സംഗതിയാ. അതുകൊണ്ടൊരിക്കലും നമ്മളതിൽ വിഷമിക്കേണ്ട കാര്യമില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ. അത് അള്ളാഹുവിന് എളുപ്പമുള്ള കാര്യമാണല്ലോ. അത് 3 കാല ത്രികാലജ്ഞനായ റബ്ബ്, എല്ലാ കാലത്തിൻ്റെയും ഉടമസ്ഥന. അത് അള്ളാഹ്ക്ക് പ്രയാസമുള്ള കാര്യമല്ല. അതായത് ഒരു സിനിമ നേരത്തെ റെക്കോർഡ് ചെയ്തതല്ല നമ്മൾ സിനിമ കാണുന്നത്, അത് പിന്നീട്ട് കാണാമല്ലോ. അതുപോലെ സിനിമ റെക്കോർഡ് ചെയ്ത് വെച്ച ഒരു മെമ്മറി ചിപ്പ് പോലെ, ഒരു CD പോലെ, ഒരു മെമ്മറി ചിപ്പ് പോലെ ഒരു സംവിധാനം അള്ളാഹുവിന് അതൊക്കെ സാധിക്കും. മനുഷ്യർക്ക് സാധിക്കുമെങ്കിൽ പിന്നെ എന്താ അള്ളാഹ്ക്ക് സാധിക്കാത്തത്? ലികൈലാ തഅസൂ അലാ മാ ഫാതകും വലാ തഫ്റഹൂ ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. പിശുക്കന്മാരെ, നിങ്ങളെ പിശുക്ക് കാണിക്കുന്നവരും പിശുക്കരാകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുന്നവരുമാണ്. സന്മാർഗത്തിൽ നിന്ന് പിന്തിരിയുന്നവെങ്കിൽ അറിയുക, അള്ളാഹുവിന് ആരെയും ആശ്രയിക്കേണ്ട കാര്യമല്ല. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. ലികൈ ലാ തഅസൂ അലാ മാ ഫാതകും
നിങ്ങൾക്കുണ്ടാകുന്ന ദുഃഖത്തിൻ്റെ പ്രയാസത്തിൻ്റെ ഉത്തരവാദിത്വം അത് നിങ്ങൾ ദുഃഖിക്കാതിരിക്കാനും അള്ളാഹു തരുന്നതിൻ്റെ പേരിൽ മറന്ന് ആഹ്ലാദിക്കാതിരിക്കാനുമാണ്. നിങ്ങൾ പെരുമ നടിക്കുന്നവരെയും പൊങ്ങച്ചക്കാരെ അള്ളാഹു ഈ മുഖ്താലിം ഫഖൂറായിട്ടുള്ള പൊങ്ങച്ചക്കാരെയും പിന്നെ പ്രകടനം നടത്തുന്ന ഒരു വല്ലാത്ത പ്രകടനപരത നടത്തുന്ന ആളുകളെയൊന്നും അള്ളാഹ്ക്ക് തീരെ ഇഷ്ടമില്ല. അള്ളാഹുവിൻ്റെ വഴിയിൽ ആത്മാർത്ഥമായിട്ട് സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകളെ അള്ളാഹ്ക്ക് ഇഷ്ടം. നിങ്ങളുടെ ഈ ഒരു കാര്യം നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഹദീസ, നിങ്ങൾക്ക് മുസീബത്ത് ഉണ്ടാവണോ, ദുനിയാവിലെല്ലാ കാര്യങ്ങളും അള്ളാഹ് നേരത്തെ രേഖപ്പെടുത്തി വെച്ചതാ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കാര്യം സന്തോഷം ഉണ്ടാകുമ്പോൾ അതിരറ്റ് സന്തോഷിക്കാനും പാടില്ല, അതിരറ്റ് ദുഃഖിക്കാനും പാടില്ല എന്ന് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെടുത്തി പറയുന്ന വിഷയമാണ്. അതോടൊപ്പം അല്ലദീന യബ്ഖലൂന ബഖീൽ എന്ന് പറഞ്ഞാൽ പിശുക്കൻ, ബുഖൽ കാണിക്കുന്നവരെ യഅ്മുറൂന അന്നാസ ബിൽ ബുഖൽ, നിങ്ങൾ ജനങ്ങളെയും പിശുക്കന്മാരാക്കാണ്. നിങ്ങൾ മറ്റുള്ളവർ കൊടുക്കുന്നതും അവരെന്തിനാ കൊടുക്കുന്നത്, നീ ഇങ്ങനെ പൈസ ചിലവാക്കിയാൽ എൻ്റെ കയ്യിൽ ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ച് നടക്കുന്നവരില്ലേ. വമൻ യതവല്ല ഫഇന്നല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. അള്ളാഹുവിനൊരാരെയും ആശ്രയിക്കണ്ടല്ലേ, അള്ളാഹു ഗനിയാണ്, അള്ളാഹുവിൻ്റെതാണ് ഈ സകല പ്രപഞ്ചത്തിലെ സകല സമ്പത്തും നിങ്ങളെ പരീക്ഷിക്കാൻ നിങ്ങളെ ഏൽപ്പിച്ചതാ. അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള പൈസ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ യാതൊരു തടസ്സവും നിങ്ങൾ ചിന്തിക്കരുത്. لقد أرسلنا رسلنا بالبينات وأنزلنا معهم الكتاب والميزان. കിതാബ് വിശുദ്ധ വേദഗ്രന്ഥങ്ങളുമായി ഞാൻ അള്ളാഹിൻ്റെ റസൂലിനെ പ്രവാചകന്മാരെ ദുനിയാവിൽ അയച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ സത്യസന്ദേശം പുൽകാനാണ്. വൽ മീസാൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു മീസാനുണ്ട്. ലിയഖൂമന്നാസു ബിൽ ഖിസ്ത്. ആ തുലാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ നീതി നിലനിർത്താൻ. ഇവിടെ നമ്മളെ ദുനിയാവിൽ ഇപ്പോൾ തുലാസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെയൊക്കെ ഇന്ത്യയിലെ കോർട്ടിലൊക്കെ പിന്നെ കോടതികളിൽ നമ്മൾ കാണുന്നുണ്ട് ഒരു തുലാസ്. ആ തുലാസ് നീതിയുടെ തുലാസാണ്. പക്ഷേ 1000 നിരപരാധികൾ 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നൊക്കെയാണ് പറയുക. പക്ഷേ ചില സാഹചര്യത്തിൽ ദുനിയാവിൽ ചില തെളിവിൻ്റെ അഭാവത്തിൽ സാമ്പത്തിക അതിപ്രസരത്തിലൊക്കെ ദുനിയാവിൽ പല നീക്കുപോക്കുകളൊക്കെ നടന്നേക്കാം. ദുനിയാവിൽ നീതി എന്നൊരു സാധനമുണ്ട്. ജീവിതത്തിൽ നമ്മളാരെങ്കിലും ചതിക്കേ പറ്റിക്കേ, നമ്മളിപ്പോൾ ഒരാളെ പറ്റിക്കുക, ഒരു കാര്യത്തിൽ പറ്റിച്ചു വിചാരിച്ചു, നമ്മൾ ഉള്ളുകൊണ്ട് നമ്മൾ വിചാരിക്കണം പറ്റിച്ചപ്പെട്ടു, എനിക്ക് പൈസ കിട്ടി എന്നൊരു സന്തോഷം നമ്മുടെ മനസ്സിലുണ്ടാവും. ഒരുപക്ഷെ ആ പാവത്തിന് ആ സാധുവിന് അത് മനസ്സിലാവില്ല. പക്ഷെ ആകാശത്ത് വേറൊരു ശക്തി ഇതൊക്കെ അറിയുന്നുണ്ട്, ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. അവിടെയാണ് നമ്മൾ ജയിക്കേണ്ടത്. അവിടെയാണ് നമ്മൾ നമ്മുടെ ഈമാൻ പുനഃപരിശോധിക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു പാവപ്പെട്ട ഒരു മാങ്ങ വിൽപ്പനക്കാരൻ, ഒരു റോഡിൻ്റെ വക്കത്ത് വിൽക്കുന്ന മാങ്ങ കച്ചവടക്കാരൻ്റെ അടുത്ത് പോയിട്ട് 2 കിലോ മാങ്ങ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ പൈസ കൊടുത്തു. 2 കിലോക്ക് 100 റുപ്യ എന്നാണ് അയാൾ പറഞ്ഞത്. നമ്മൾ കൊടുത്തത് ആകെ 50 രൂപ. അയാളത് വാങ്ങി വെച്ചു. നമ്മൾ 2 കിലോ 1 കിലോ ലാഭം. നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോൾ ഇതൊക്കെ പടച്ച റബ്ബ് കണക്കിൽ വെച്ചിട്ടുണ്ട്. തുലാസ് അള്ളാഹിൻ്റെ മീസാനിൽ അതൊക്കെ തൂങ്ങുന്നുണ്ട്. നാളെ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ ഇതൊക്കെ കൊണ്ടുവരും. വഅൻസൽനൽ ഹദീദ ഫീഹി ബഅസുൻ ശദീദുൻ വമനാഫിഉ ലിന്നാസി വലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബ് ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. അള്ളാഹു നിങ്ങൾക്ക് ഷദീദായിട്ടുള്ള കഠിനമായിട്ടുള്ള ഹദീദ് ഇരുമ്പും അള്ളാഹു ഇറക്കി. ദുനിയാവിൽ ഇരുമ്പിൻ്റെ ഒരു സൃഷ്ടിപ്പും വളരെ അത്ഭുതകരമാണ്. വേറെ ഒരു സാധനത്തിന് ആ ഉറപ്പില്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ഒരു ഉറപ്പുള്ള സംവിധാനം നമ്മളിപ്പോൾ നമ്മളെ വീടിന് വരെ നമ്മൾ കോൺക്രീറ്റിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ഇരുമ്പിൻ്റെ ഉറപ്പ് അല്ലേ, അത് ഇറക്കി കൊടുത്തു. അതിലേറെ ആയോധന ശക്തിയുണ്ട്, കുറേ ഉപകാരങ്ങളുണ്ട് ജനങ്ങൾക്ക് അല്ലേ. അതിൻ്റെയൊക്കെ റോഡുകൾ, പാലങ്ങൾ, ബ്രിഡ്ജ് സംവിധാനങ്ങൾ, അത് വലിയ വലിയ ബിൽഡിങ്ങുകൾ, ഇതൊക്കെ സംവിധാനിക്കുന്നതിൽ ഇരുമ്പ് കൂട്ടിയിട്ടാണ്. അതിൻ്റെ നട്ടെല്ല് പോലെ ഈ പ്രപഞ്ചത്തിൻ്റെ നമ്മുടെ മനുഷ്യർക്ക് ഏറ്റവും ഉപകാരപ്രദമായൊരു സംവിധാനമാണ്. വലിയഅലമല്ലാഹു മൻ യൻസുറുഹു വറുസുലഹു ബിൽ ഗൈബ്. അള്ളാഹു നിങ്ങളെ നേരിൽ കാണാതെ തന്നെ, അള്ളാഹുവെ കാണാതെ തന്നെ അവൻ്റെ ദൂതന്മാരെയും സഹായിക്കുന്നവരാരെന്ന് അവന് കണ്ടറിയാനാണ്. ഇതൊക്കെ അള്ളാഹ് തന്നിട്ടുണ്ടെങ്കിൽ, ഈ ആയുധശേഷിയും ഈ സംവിധാനങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ഗൈബിയായിട്ട് അള്ളാഹിനെ കാണാതെ തന്നെ അള്ളാഹ് തന്ന നിഅമത്തിലൂടെ അള്ളാഹിനെ കണ്ട് മനസ്സിലാക്കിയിട്ട് അള്ളാഹു
അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരാരാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാരാ, ഇതൊക്കെ മനസ്സിലാക്കാനാ. ഇന്നല്ലാഹ ഖവിയ്യുൻ അസീസ്. ഈ ഇരുമ്പിന്, ഹദീദിന് പിന്നെ സ്വർണവും അതിൽ ഉൾപ്പെടുത്താം, വെള്ളിയും സ്വർണവും അതിൽ ചേർക്കാമെന്ന് ചില മുഫസ്സിരിങ്ങൾ പറയുന്നത്. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ ഈ ഒരു ഹദീദുമായിട്ട് ബന്ധപ്പെട്ട്, ഹദീദ് എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പോലെ, പിച്ചള അതുപോലെയുള്ള കഠിനമായ ചില വസ്തുക്കൾ, സാമ്പത്തികമായ, അതിൻ്റെ എപ്പോഴും ദുനിയാവിൽ മാനദണ്ഡം സ്വർണ്ണമാണല്ലോ മാനദണ്ഡം, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ ഈ ഒരു കട്ടിയുള്ള ഈ സംവിധാനം, ദുനിയാവിൽ കട്ടിയുള്ള ഈ ഒരു സംവിധാനം, ഈ പ്രപഞ്ചത്തിൻ്റെ സമ്പദ്ഘടനയിൽ ഏറ്റവും പ്രധാനമാണ് സ്വർണം, അല്ലേ? ഈ ഖനിജങ്ങളിൽ കിട്ടുന്ന ഈ സ്വർണം, ഈ ഒരു ഇരുമ്പ് പോലെയുള്ള ഈ കട്ടിയുള്ള ഈ ഒരു വസ്തു, ഈ ഒരു വസ്തുവിനെ മാനദണ്ഡമാക്കി തന്നത്, അതൊരുപാട് ഉപകാരമുണ്ട്. പക്ഷെ ആ ഉപകാരം വെച്ചിട്ട് നിങ്ങൾ ദുനിയാവിൽ അത് ചെലവഴിക്കുന്നുണ്ടോ, അത് ആവശ്യക്കാരിൽ നിങ്ങളുടെ കിട്ടിയത് മറ്റുള്ളവർക്ക് കൊടുക്കണുണ്ടോ എന്നറിയാനാ. വലഖദ് അർസൽനാ നൂഹൻ വ ഇബ്രാഹീമ വജഅൽനാ ഫീ ദുർരിയ്യതിഹിമൻ നുബുവ്വത വൽ കിതാബ്. നൂഹ് നബിയെ, ഇബ്രാഹിം നബിയെ, ഇവരൊക്കെ ദൂതന്മാരായിട്ട് അള്ളാഹ് നിയോഗിച്ചു എന്നത് നിങ്ങൾക്കറിയില്ലേ? അത് തീർച്ചയാണ്. ഫമിൻഹും മുഹ്തദ് വകസീറും മിൻഹും ഫാസിഖൂൻ. എന്നാൽ അവരുടെ സന്തതികളായിട്ടുള്ള ആളുകൾ, അവർ മുഹ്തദായിട്ടുള്ള ഒരുപാട് പേരുണ്ട്, അവരുടെ മക്കൾ. വകസീറും മിൻഹും ഫാസിഖൂൻ, എന്നാൽ കുറേ ആളുകളാവട്ടെ ഫാസിഖീങ്ങളായ, അതിക്രമികളായ കുറ്റവാളികളുണ്ട്. സുമ്മ ഖഫൈനാ അലാ ആസാരിഹിം ബിറുസുലിനാ വഖഫൈനാ ബിഈസ ഇബ്നു മറിയം വആതൈനാഹുൽ ഇൻജീൽ. അതിന് പുറകെ ഈസ ദൂതന്മാരെ, നിരന്തരം പ്രവാചകന്മാരെ, ഒരുപാട് അള്ളാഹിൻ്റെ റസൂല്, ഒരുപാട് പ്രവാചകന്മാരെ നൂഹ് നബിക്ക് ശേഷം, ഇബ്രാഹിം നബിക്ക് ശേഷം പോലെ സമുദായങ്ങളിലേക്ക്, വ്യത്യസ്ത നാടുകളിലേക്ക് ഞാൻ അയച്ചു. വഖഫൈന, അതിന് ശേഷം ബിഈസ ഇബ്നു മറിയം വആതൈനാഹുൽ ഇൻജീൽ, മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാമിന് അയച്ചു നാം ഇൻജീൽ നൽകിക്കൊണ്ട്. അങ്ങനെ വഖഫൈനാ ബിഈസ ഇബ്നു മറിയം വആതാഹുൽ ഇൻജീൽ വജഅൽനാ ഫീ ഖുലൂബിൽ ലദീന തബഊഹു റഅഫതൻ വറഹ്മ. കൃപയുള്ള, കാരുണ്യമുള്ള ഒരു ജനതയെ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായിട്ട് നൽകുകയും ചെയ്തു. വറഹ്ബാനിയതൻ ഇബ്തദഊഹാ മാ കതബ്നാഹാ അലൈഹിം ഇല്ല ഇബ്തിഗാഅ റിദ്വാനില്ലാഹി ഫമാ റഅൗഹാ ഹഖ്ഖ റിആയതിഹാ. അങ്ങനെ അവരാവട്ടെ, അവർ സ്വയം സന്യാസികളായിട്ട് മാറി. അവരൊക്കെ സ്വന്തം ആളുകൾ. അതിനുശേഷം ചില ആളുകളാവട്ടെ സ്വയം സന്യാസം കെട്ടി ശ്രമിച്ചുകൊണ്ട് വലിയ പുണ്യവാന്മാരായിട്ട് മാറി. അങ്ങനെ പുരോഹിതന്മാരായിട്ട് മാറി. ചില ആളുകൾ അവർ പുരോഹിതന്മാരായിട്ട് മാറി എന്നാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാരുണ്യമുള്ളൊരു ജനതയെ ഈസാ നബിക്ക് പിൻഗാമികളായിട്ട് വന്നെങ്കിലും ചില ആളുകളാവട്ടെ സന്യാസം സ്വീകരിച്ചുകൊണ്ട് ദുനിയാവിലെ ജീവിതമൊക്കെ വിട്ട് പൗരോഹിത വർഗമായിട്ട് മാറി. അങ്ങനെ അള്ളാഹു അത് ഒരു തീരുമാനം അള്ളാഹിൻ്റെ ഭാഗത്തുനിന്ന് എഴുതി വെക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു നിയമമൊന്നും കതബ്നാഹ ഒന്നും അള്ളാഹ് ഉണ്ടാക്കിയിട്ടില്ല. ഇല്ല ഇബ്തിഗാഅ റിദ്വാനല്ലാഹ്, അള്ളാഹിൻ്റെ തൃപ്തി നേടുക എന്നുള്ള ജീവിതത്തിലെ ആത്യന്തികമായ ലക്ഷ്യമല്ലാതെ വെറും കല്യാണം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാനൊന്നും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്യാസം ജീവിക്കാനൊന്നും, സന്യാസത്തിൽ ജീവിക്കാനൊന്നും, പൗരോഹിത്യ വർഗമായിട്ട് മാറാനൊന്നും അള്ളാഹിൻ്റെ ദൈവിക കൽപ്പനയില്ല. അതൊക്കെ അവർ തോന്നിയ പോലെ ഉണ്ടാക്കിയത്. ഫമാ റഅൗഹാ ഹഖ്ഖ റിആയതിഹാ. അവരത് പാലിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, അത് പാലിക്കേണ്ട പോലെ അവർ യഥാർത്ഥത്തിൽ അത് പാലിച്ചിട്ടുമില്ല. ഫഅതൈനല്ലദീന ആമനൂ മിൻഹും അജ്റഹും. അതുകൊണ്ട് അവരുടെ പ്രതിഫലം, എന്നിട്ട് അവർ സത്യവിശ്വാസം സ്വീകരിച്ചവർക്ക് മാത്രം അള്ളാഹു പ്രതിഫലം നൽകി. ആര് ഈസാ നബിയുടെ കാലത്തെ കാര്യം പറഞ്ഞു, മൂസാ നബിയുടെ അല്ല, നൂഹ് നബിയുടെ അല്ല, അത് ഏത് കാലത്താവട്ടെ സത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥത്തിലുള്ള പടച്ച റബ്ബിൻ്റെ ദീനിൽ ജീവിച്ചവർക്ക് അള്ളാഹു പ്രതിഫലം നൽകി. വകസീറും മിൻഹും ഫാസിഖൂൻ. ഇവിടെയും പറഞ്ഞു ചില ആളുകളൊക്കെ, വളരെ ധാരാളം ആളുകൾ ഫാസിഖീങ്ങളായിട്ട് മാറി. അതായത് ഇവിടെ പറയണ നോക്കൂ, ഇതൊക്കെ നമ്മൾ
ചിന്തിക്കുന്നവർക്ക്, ഖുർആനെ പറ്റി അഗാധമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ പാടുണ്ട്. നൂഹ് നബി അയച്ചു, ഇബ്രാഹിം നബിനെ അയച്ചു. അതിൽ പിൻകാലത്ത് ഒരുപാട് നുബുവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ സ്വീകരിച്ച് നല്ല ഒരുപാട് ആളുകളുണ്ടായി. നല്ല ഹിദായത്തിൽ ഒരുപാട് ആളുകൾ വന്നു. പക്ഷേ കുറേ ആളുകൾ ഫാസിഖീങ്ങളായിട്ട് അതിക്രമികാരികളായി. എന്നിട്ട് പറയും ഈസാ നബി അള്ളാഹു അയച്ചു, ഈസാ നബിക്ക് ശേഷം ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ടായി. അതിൽപ്പെട്ട ചില ആളുകളാവട്ടെ സന്യാസികളായിട്ടും വഴിതെറ്റിയിട്ട് ജീവിച്ച് അവർ ശരിയായ വഴിയിൽ അവരിൽ നിന്ന് മാറിപ്പോയി. അവരും ഫാസിഖീങ്ങളാണ്. അതായത് അള്ളാഹിൻ്റെ ദീനിൻ്റെ ഒരു വക വെറും ആരാധനാനുഷ്ഠാനങ്ങൾ കെട്ടിയിട്ടിട്ട് ഏതെങ്കിലുമൊക്കെ വേഷഭൂഷാദികളും നാവിൽ ചുണ്ടിൽ ദിക്റുകളും കയ്യിൽ തസ്ബീഹുമാലയൊക്കെ ആയിട്ട് അങ്ങ് ജീവിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബിൻ്റെ മുമ്പിൽ രക്ഷപ്പെടാമെന്ന വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്നവരെ, അതല്ല നിങ്ങളുടെ സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ മറന്ന് അള്ളാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള സമ്പത്തും സംവിധാനങ്ങളുമൊക്കെ പടച്ച റബ്ബിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് ജിഹാദ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, അല്ലാഹ് തന്നെ പറയട്ടെ, അയ്യുല്ലദീന ആമനുത്തഖുല്ലാ, അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെടേണ്ട പോലെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിച്ചോ. വ ആമിനു ബി റസൂലിഹി, അള്ളാഹിൻ്റെ റബ്ബിനെ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ റബ്ബിൻ്റെ ഈമാനോടുകൂടി നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ കൂടെ മുഹമ്മദ് റസൂലുള്ളയെ നിങ്ങളുടെ റസൂലിലേക്ക് നിങ്ങൾ വിശ്വാസം സമർപ്പിച്ചോ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വസിക്കല്ല മുഹമ്മദ് റസൂലുള്ള ഉണ്ട് അങ്ങനെയല്ല, അല്ല ഉണ്ട് അങ്ങനെയല്ല, അല്ല ഉണ്ട്, അള്ളാഹ് പറഞ്ഞ പോലെ നമ്മൾ ദുനിയാവിൽ ജീവിക്കണം. മുഹമ്മദ് റസൂലുള്ള ഉണ്ട് അല്ല, മുഹമ്മദുൻ നബിയായിട്ട് നമ്മുടെ ജീവിതം മാറണം. നബി ആവാൻ നമുക്ക് കഴിയില്ല, നബിയെ പോലെയുള്ളൊരു ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവണം. യുഅ്തീകും കിഫ്ലൈനി മിൻ റഹ്മ വയജ്അൽ ലക്കും നൂറൻ തംശൂന ബിഹി വയഗ്ഫിർ ലക്കും വല്ലാഹു ഗഫൂറുർ റഹീം. എങ്കിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആ വിശ്വാസത്തിൻ്റെ പാതയിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കിഫ്ലൈനി, ആ കാരുണ്യത്തിൽ നിന്നുള്ള ഒരു ഓരി നിങ്ങൾക്കും ഉണ്ടാകും. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങൾക്ക് അത്യാവശ്യം നടക്കാനുള്ള വെളിച്ചമൊക്കെ അള്ളാഹ് കാണിച്ചു തരും. എന്ന് വെച്ചാൽ വെളിച്ചം കാണിക്കാറിഞ്ഞാൽ എന്താണെന്നറിയോ, ഒരാൾ മാനസികമായിട്ട്, നിങ്ങളിപ്പോൾ ഇത് കേൾക്കാൻ തുടങ്ങിയില്ലേ, നിങ്ങൾ ഈ അള്ളാഹിൻ്റെ കലാം കേൾക്കാൻ തുടങ്ങിയോ, നിങ്ങൾക്കുള്ള വഴി ഇങ്ങനെ അള്ളാഹ് കാണിച്ചു തരും. ഇതാണ് ഖുർആനിലേക്ക് നമ്മൾ ഒരു ചാണം അങ്ങോട്ട് എടുക്കണോ, അള്ളാഹ് ആ വഴിയിലേക്ക് നമ്മളെങ്ങനെ കൊണ്ടുപോകും. നമ്മളെങ്ങനെയാണ് ഇതൊക്കെ നമ്മുടെ നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആത്മാർത്ഥമായ നീയത്ത്, സ്വർഗത്തിലേക്ക് അള്ളാഹുവേ ഇൻഷാ അല്ലാഹ് ഈ ഭൂമിയിൽ എൻ്റെ ജീവൻ തന്നെ വെടിയേണ്ടി വന്നാലും, എൻ്റെ സമ്പത്ത് മുഴുവൻ ചെലവഴിക്കേണ്ടി വന്നാലും, ഈ എൻ്റെ മക്കളെയും എൻ്റെ എല്ലാം ദീനിൻ്റെ മാർഗത്തിൽ ഞാനിതാ റബ്ബെ സമർപ്പിക്കുന്നു. പൂർണ്ണമായ സമർപ്പണത്തിന് നമ്മളൊക്കെ തയ്യാറാണോ? പിന്നെ അള്ളാഹ് നമുക്ക് വഴി കാണിച്ചു തരും. ഈ അപകടങ്ങളൊക്കെ തട്ടി ഒഴിവാക്കി തരും. ദുനിയാവിലെ പരീക്ഷിക്കൂല എന്നൊന്നുമല്ല, പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ വിശ്വാസിയാണോ, അള്ളാഹ് മുസീബത്ത് തരും, ഫിത്ന തരും, പരീക്ഷണങ്ങൾ അടിക്കടിയായി വന്നുകൊണ്ടിരിക്കും. യാതൊരു സംശയമില്ല. ഞങ്ങളോട് ക്ലാസ് എടുക്കണില്ലേ, എനിക്ക് എത്ര പരീക്ഷണം വന്നു, പരീക്ഷണങ്ങളുടെ മഴ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്, വ്യക്തി ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്, ഇതൊക്കെ നേരിടാനാണ്. ചില സന്ദർഭത്തിലൊക്കെ നമ്മൾ പൊട്ടിക്കരഞ്ഞ് റബ്ബിനോട് തേടിപ്പോൾ എന്താ റബ്ബെ ഇങ്ങനെ പിന്നെയും തരുന്നത്. പക്ഷേ ഒക്കെ സ്വീകരിച്ചേ പറ്റൂ. രണ്ട് കയ്യും നീട്ടി സ്വീകരിക്കാനല്ലാതെ നമുക്ക് പറ്റില്ലല്ലോ. അള്ളാഹു അങ്ങനെ എല്ലാം സഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ മുമ്പിൽ സുജൂദിൽ വീണുകൊണ്ട് റബ്ബിൻ്റെ ഇഷ്ടപ്പെട്ട ദാസനായിട്ട് അള്ളാഹിനനുസരിച്ച് ജീവിച്ചാൽ വയജ്അൽ ലക്കും, അള്ളാഹിൻ്റെ ഓഫറാ നൂറെന്ന പ്രകാശം നമ്മുടെ ജീവിതത്തിലേക്ക് വെളിച്ചമാഴി അള്ളാഹ് നമുക്ക് വഴി കാണിച്ചു തരും. വയഗ്ഫിർ ലക്കും, നമ്മൾ ചെയ്തു പോയ ഒരുപാട് തെറ്റുകളില്ലേ, ആരാരും അറിയാതെ രഹസ്യ ജീവിതത്തിൽ വന്നു പോയ പിഴവുകളില്ലേ, വയഗ്ഫിർ ലക്കും, അള്ളാഹു അതൊക്കെ നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീമാണ്, അവൻ കാരുണ്യവാനാണ്, അവനെല്ലാം പുറത്തു തരുന്നവനാ. لئلا يعلم أهل الكتاب ألا يقدرون على شيء من فضل الله وأن الفضل بيد الله يؤتيه من يشاء والله ذو الفضل العظيم. ഇതെന്താ പറഞ്ഞത്? അല്ലാ യഅലം അഹ്ലുൽ കിതാബ്, വേദക്കാരായ ആളുകൾ അള്ളാഹിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങനെ തിരിച്ച് തട്ടിയെടുക്കാൻ പറ്റും എന്നുള്ളൊക്കെ ഒരു വിചാരം അവർക്കുണ്ടാവും. അങ്ങനെയൊന്നും അവർക്ക് സാധിക്കൂല എന്ന് അവർക്ക് കൃത്യമായി മനസ്സിലാക്കാനാണ് അള്ളാഹുവിൻ്റെ ഫളൽ അള്ളാഹു കൊടുക്കുന്നത്. അൽബിയദില്ലാഹി യുതീഹി മൻ യശാ, അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്കാ കൊടുക്കുക. അതിങ്ങനെ അവർ ഇസ്രായേൽ പരമ്പരയിൽ പെട്ട ആളാണെന്നോ അല്ലെങ്കിൽ ഈസാ നബിയുടെ ഫോളോവർ ആയാലും മാത്രമേ നമ്മൾ പടച്ചവൻ്റെ കാരുണ്യം ഉണ്ടാവും എന്നൊക്കെ പ്രഭാഷണം നടത്തുകയും അങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കണം, അള്ളാഹിൻ്റെ ഫളൽ നിങ്ങൾക്ക് കിട്ടണോ
അള്ളാഹു അത് ഉദ്ദേശിക്കുന്നവർക്കാ കിട്ടുക. വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം. അള്ളാഹു അതിമഹത്തായ ഔദാര്യമുടയവനാ. അതുകൊണ്ട് അങ്ങനെയുള്ള ചില അബദ്ധധാരണയുമായിട്ട് അങ്ങനെ വേദത്തിൻ്റെ ആളായിട്ട് ചമഞ്ഞൊക്കെ വലിയ പുരോഹിത വർഗം, അത് മുസ്ലിം സമുദായത്തിലും അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരൊക്കെ ഉണ്ട്. വലിയ ഉസ്താദായ, വലിയ പള്ളിയുടെ ഇമാമായാൽ, പള്ളി പ്രസിഡൻ്റായാൽ ഞാനൊക്കെ സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുത്തു എന്നൊക്കെ കുറച്ച് അനുയായികളൊക്കെ ഉണ്ടായി ഒന്ന് പച്ച പിടിക്കുമ്പോഴത്തേക്ക് വലിയ ആലിമായിട്ട് വലിയ വലിയ ആളായിട്ട് മാറുന്നവരൊക്കെ കേൾക്കണം. ഇതുകൊണ്ടൊന്നും നാളെ രക്ഷപ്പെടൂല. നമ്മുടെ അമലുകൾ കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളല്ല പുറത്തു തരണേ അല്ലാ. സമ്പത്തിനോടുള്ള വല്ലാത്ത അടങ്ങാത്ത ഒരു പ്രേമമുണ്ടല്ലോ അല്ലാ, അത് ഞങ്ങളിൽ നിന്ന് മാറ്റണേ അല്ലാ. ദുനിയാ പ്രേമം മൂത്തിട്ട് രാവും പകലും കഷ്ടപ്പെട്ടിട്ട് വല്ലാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട്. മനസ്സിൽ പണം 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 അങ്ങനെ ദുനിയാപ്രേമികളാക്കി ഞങ്ങളാരെയും മാറ്റല്ലേ അല്ലാ. മാന്യമായിട്ട് കച്ചവടം ചെയ്യുന്നത്, മാന്യമായി ബിസിനസ് ചെയ്യുന്നത്, ഹലാലായ മാർഗത്തിൽ സമ്പത്ത് സമ്പാദിക്കുന്നത്, അള്ളാഹുവേ ഹറാമായ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരല്ലേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളെ മുനാഫിക്കുകളിൽ ഉൾപ്പെടുത്തല്ലേ അല്ലാ. അള്ളാഹുവേ, ഈ സൂറത്തുൽ ഹദീദ് എന്ന് പറയുമ്പോൾ ഈ സാമ്പത്തികമായിട്ടുള്ള ഈ ഇരുമ്പ് പോലെയുള്ള, സ്വർണം പോലെയുള്ള, വെള്ളി പോലെയുള്ള ഈ ഭൂമിയുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് വെച്ചിട്ടുള്ള എല്ലാ സ്വർണങ്ങളും മല പോലെ ദുനിയാവ് മുഴുവനും ഞങ്ങൾക്ക് വേണം, ആ മൊത്തം വേണം എന്നൊരു ചിന്തയുണ്ടല്ലോ. മണ്ണല്ലാതെ മനുഷ്യൻ്റെ വയറ് നിറയില്ല. വാദിയാനും ഇമ്മാൽ, സ്വർണത്തിൻ്റെ 2 മലകളുണ്ടായാലും മൂന്നാമതൊന്നിന് കൊതിക്കുമെന്ന് അത്തളി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ഒരു ഭൗതിക പൂജകരാക്കി ഞങ്ങളെ മാറ്റല്ലേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ഈ സമ്പത്തിനേക്കാളും മക്കളെക്കാളും ഈ വീടിനേക്കാളും കാറിനേക്കാളും ഈ കാണുന്ന സകലമാന സാമ്പത്തിക ഐശ്വര്യങ്ങളെക്കാളും അല്ലാഹുവേ നീയാണ് വലുത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് വലിയ നീയാ, ഞങ്ങളുടെ റബ്ബ് നീയാ. തവക്കൽതു അലല്ലാഹ്. അല്ലാഹുവേ, നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല. നിന്റെ തൃപ്തി മാത്രമാ ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ തൃപ്തി നേടി മരണപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയം തട്ടിയുള്ള പ്രാർത്ഥനകൾ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ദുആകൾ നീ തള്ളല്ലേ അല്ലാ. ഞങ്ങളെ ഹിദായത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിതം ശുദ്ധിയാക്കണേ അല്ലാ. ഹറാമുകളിൽ നിന്ന് മാറ്റി നിർത്തണേ അല്ലാ. കണ്ണുകൊണ്ട് തെറ്റിന കാഴ്ചകളെ കാണിക്കല്ലേ അല്ലാ. അതിനെ നിയന്ത്രിക്കാനുള്ള മനസ്സ് തരണേ അല്ലാ. നാവ് കൊണ്ടൊന്നും വീട്ടിലുള്ള ഒരാൾക്കും മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുത്തല്ലേ അല്ലാ. നാവിനെ ശുദ്ധീകരിക്കണേ അല്ലാ. മനസ്സിനെ ശുദ്ധീകരിക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഞങ്ങളെ നിയന്ത്രിക്കാൻ പറ്റൂല. അല്ലാഹുവേ, ഞങ്ങളുടെ നിയന്ത്രണം നിന്റെ കയ്യിലാ. ഞങ്ങളുടെ ഖൽബിൻ്റെ നിയന്ത്രണവും നിന്റെ കയ്യിലാ. അല്ലാഹുവേ, ജന്നാത്തുൽ ഫിർദൗസിൽ പ്രകാശവുമായിട്ട് മുമ്പിലും വലതുവശത്തും പ്രകാശവുമായിട്ട് ദുനിയാവിൽ സമ്പത്ത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ആവശ്യക്കാരിലേക്ക് എത്തിച്ചു കൊടുത്ത് സമ്പത്ത് കൊണ്ട് ജിഹാദ് നടത്തിക്കൊണ്ട് അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ നിന്റെ ഇഷ്ടം നേടിയ ആ സച്ചരിതരായ ദാസന്മാരിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണേ. സമ്പത്ത് ചെലവഴിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാ. അല്ലാഹുവേ, റിസ്ഖ് ഒരുപാട് ദുനിയാവിൽ നൽകണേ. ആ റിസ്ഖ് ഒരിക്കലും നാളെ പരലോകത്തേക്കുള്ള സ്വർഗ ജീവിതത്തിലേക്ക് തടസ്സമാക്കല്ലേ അല്ലാ. ആ റിസ്ഖ് പാപങ്ങളായ ആവശ്യക്കാരിലേക്ക് കൊടുക്കാനുള്ള മനസ്സും തരണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ റഹ്മത്തും ബർക്കത്തും തരണേ അല്ലാ. വിശുദ്ധ ഖുർആനാകുന്ന പ്രകാശം കൊണ്ട് ഈ ഞങ്ങളുടെ ജീവിതത്തെ സംസ്കരിക്കാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ നാടിനെ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ സൗജിനെ, ജീവിത പങ്കാളിയെ ഹിദായത്തിലാക്കണേ അല്ലാ. ഈമാനുള്ളവരാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളെ കാക്കണേ അല്ലാ. അവർ മരിക്കുന്നത് വരെ സന്തോഷത്തോടെ അവരെ പരിചരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അവർക്ക് മാനസികമായുള്ള ഒരു പ്രയാസവും ഞങ്ങൾ കാരണം വരുത്തല്ലേ അല്ലാ. അവരുടെയും സ്വഭാവം നീ നന്നാക്കി തരണേ അല്ലാ. നിന്റെ മുമ്പിൽ സുജൂദിൽ വീഴുന്ന ഹിദായത്തിലായ ഈമാനുള്ളവരാക്കി അവരെയും മരിപ്പിക്കണേ അല്ലാ. അവരെയും ഞങ്ങൾ ദുനിയാവിൽ ഞങ്ങൾ അവരെ കാണുന്ന പോലെ നാളെ സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ പൊന്നുപ്പാനെയും ഉപ്മാനെയും ഞങ്ങൾക്ക് കാണാൻ നീ വിധിയേകണേ അല്ലാ. ഞങ്ങളുടെ കൂടപ്പുറപ്പുകളായ ഞങ്ങളുടെ ഉമ്മാൻ്റെ വയറ്റിന്ന് വന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, സഹോദരിമാർ, അല്ലാഹുവേ, എന്തൊക്കെ ഞങ്ങൾ സ്നേഹത്തോടെ ജീവിതം
ജീവിച്ചവരാ. ചെറുപ്പം മുതൽ ഒരേ വീട്ടിൽ ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ച് ജീവിച്ചവർ അല്ലാഹുവേ, അവരെയും നീ ഞങ്ങളെ അകലെയാക്കല്ലേ അല്ലാ. ദുനിയാവിൽ ഞങ്ങളുടെ ബന്ധങ്ങൾ നന്നാക്കി തരണേ. നാളെ പരലോകത്ത് അവരെയും സ്വർഗത്തിലേക്ക് എത്തിച്ചു തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്ന വീഴ്ചകൾ പുറത്തു തരണേ അല്ലാ. ഞങ്ങളുടെ സ്വഭാവം നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, സമ്പത്ത് നിന്റെ മാർഗത്തിൽ യാതൊരു മടിയുമില്ലാതെ ചെലവഴിക്കാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. മുസീബത്തും ഫിത്നകളും ഒക്കെ ജീവിതത്തിൽ ഇങ്ങനെ വരുമ്പോൾ അതിനൊക്കെ ഈമാനോടെ നേരിടാനുള്ള ശക്തി തരണേ അല്ലാ, താഖത്ത് തരണേ അല്ലാ. അല്ലാഹുവേ, പൂർവ്വസൂരികളായ ഞങ്ങളുടെ അംബിയ മുർസലുകൾ പുണ്യപ്രവാചകന്മാർ അല്ലാഹുവേ, അവരുടെ വഴിയിൽ ഞങ്ങളെയും ആക്കണേ അല്ലാ. ചോദിക്കാൻ അവകാശമുണ്ടോ എന്നറിയില്ല അല്ലാഹുവേ, സ്വർഗത്തിൽ ജന്നാത്തുൽ ഫിർദൗസിൽ അംബിയ മുർസലുകളുടെ കൂടെ ഞങ്ങളെയും നീ എത്തിക്കണേ അല്ലാ. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം കഴിഞ്ഞുപോയി അല്ലാഹുവേ, എന്തൊക്കെ ചെയ്തെന്നറിയില്ല, തെറ്റെന്തെന്നറിയില്ല, അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോയതാ അല്ലാ. അല്ലാഹുവേ, വിഷമത്തിലാക്കല്ലേ അല്ലാ, പുറത്തു തരണേ അല്ലാ. വന്നുപോയ വീഴ്ചകൾ പൊറുക്കണേ അല്ലാ. ഇസ്തിഗ്ഫാറിൻ്റെ മനസ്സ് തരണേ അല്ലാ. തൗബ ചെയ്യാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അമലുകൾ ബാത്തിലാക്കല്ലേ അല്ലാ. നിന്നെ ഇഷ്ടം മാത്രമാ ജീവിതത്തിലൊന്നും ഞങ്ങൾക്ക് നേടാനില്ല. നാളെ പള്ളിക്കാട്ടിലേക്ക് നാട്ടുകാർ ചേർന്ന് ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഖബറിലേക്ക് ഞങ്ങളങ്ങ് ചരിച്ച് കിടക്കുമ്പോൾ അല്ലാഹുവേ, ഈ ദുനിയാവിലെ സകലതും ഞങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ നേടിയതെല്ലാം നഷ്ടമായിട്ട് ഈ ദുനിയാവിലെ മക്കളും സമ്പത്തുമെല്ലാം വിട്ട് യാത്ര പിരിയുമ്പോൾ അല്ലാഹുവേ, ഒരുപാട് അമലു സാലിഹാത്തുമായിട്ട് സ്വർഗം കാണാൻ അല്ലാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ. ബർസഖി ജീവിതത്തിൻ്റെ നിശബ്ദതയിലേക്ക് ഞങ്ങളുടെ റൂഹങ്ങനെ യാത്ര പുറപ്പെടുമ്പോൾ അല്ലാഹുവേ, സ്വർഗം കണ്ടു മരിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم رب ارحمهما كما ربيانا صغيرا. اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا. ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ذنوبنا يا رب العالمين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.